ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ BGC 102 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ അവസാനത്തെ യൂണിറ്റ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ലാസ്റ്റ് ബ്ലോക്ക് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ട് കുറച്ചായി. അതിൽ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഓവിഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഓവിഡിന്റെ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള എപ്പിക്ക് മെറ്റാമോർഫോസിസിനെ കുറിച്ചും അതിലുള്ള കുറച്ചധികം ഒരു 6 സ്റ്റോറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓൾസോ ഓവിഡിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ 6 സ്റ്റോറീസ് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറീസ് നമുക്ക് അടുത്ത യൂണിറ്റിൽ പഠിക്കാനുണ്ട് എന്ന്. ഇന്ന് നമ്മൾ ഇതിലെ BGC 102 ഏറ്റവും ലാസ്റ്റ് സെക്ഷനാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇതോടുകൂടി യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ കഴിയുകയാണ്. യൂണിറ്റ് 17ാമത്തെ യൂണിറ്റിൻ്റെ പേര് പൈറമസ് ആൻഡ് തിസ്ബി ബുക്ക് 4 ആൻഡ് ഫിലോമില ബുക്ക് 6. അപ്പോൾ നമ്മളുടെ മെറ്റാമോർഫോസിസ് 15 ബുക്കുകളിലായിട്ടാണ് ഓവിഡ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിലെ ബുക്ക് 3 ഒരു 6-7 കഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ബുക്ക് 4 ബുക്ക് 6 കഥകളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ ഈ 3 ബുക്കിൻ്റെയും കഥകൾ മാത്രം പഠിക്കാൻ മതിയാവും കേട്ടോ. മെറ്റാമോർഫോസിസ് വായിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് വായിക്കാം. 250 സ്റ്റോറീസാണ് അതിലുള്ളത്. നമ്മൾ ആ ഒരു യൂണിറ്റിലേക്ക് പോകുന്നതിന് മുൻപ് കുറച്ച് ഇൻട്രൊഡക്ഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ലാസ്റ്റ് പറഞ്ഞ കഥ ആരെയായിരുന്നു? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാഡ്മസിന്റെ കൊച്ചുമകനെ കൊന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയും സിസ്റ്റേഴ്സും കൂടെ ചേർത്തിട്ട്. ആ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് ഇപ്പൊ പറയാം, ജസ്റ്റ് സെക്കൻഡ്. പെൻറ്റ്യൂസിന് ശാപം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആരയിൽ നിന്നാണ്? ദൈവമായിട്ടുള്ള ബക്കസിൽ നിന്നൊരു ശാപം കിട്ടിയിട്ടുണ്ടായിരുന്നു. ബക്കസിനെ ആരാധിക്കാത്തതുകൊണ്ട് അമ്മയും ആൻറ്റീസും ചേർന്ന് കൊല്ലട്ടെ എന്ന് കരുതി. അങ്ങനെ പെൻറ്റ്യൂസിനെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തെബസിലെല്ലാവർക്കും മനസ്സിലായി ബക്കസ് ദൈവമാണ്, സൂപ്പർ പവറുള്ള ആളാണെന്നൊക്കെ മനസ്സിലായി തുടങ്ങി. അതിനുശേഷം തെബസിലെ എല്ലാവരും, ഒരാൾ പോലും ഇല്ലാതെ എല്ലാവരും ആരാധിക്കാൻ തുടങ്ങി. ബക്കസിനെ ആരാധിക്കാൻ തുടങ്ങി, പ്രീതിപ്പെടുത്താനൊക്കെ തുടങ്ങി. ബട്ട് അവിടെയുള്ള ഒരാൾ, ആരാണത്? മിന്യാസും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും മാത്രം ബക്കസിനെ ആരാധിക്കത്തില്ലായിരുന്നു. എപ്പോഴും അദ്ദേഹത്തിനെതിരായിട്ട് ബക്കസിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ഉള്ള പ്രവൃത്തികളാണ് മിന്യാസ് ചെയ്തുകൊണ്ടിരുന്നത്. മിന്യാസിന് 3 പെൺകുട്ടികളാണുള്ളത് കേട്ടോ. 3 ഡോട്ടേഴ്സ് ആണുള്ളത്. ഈ 3 പെൺകുട്ടികളും മിന്യാസും ഒക്കെ ഇവർക്കെതിരായിരുന്നു, ദൈവത്തിനെതിരായിരുന്നു. ഈ മിന്യാസിൻ്റെയും ഫാമിലിയുടെയും ജോബ് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻവോൾവ്ഡ് ഇൻ സ്പിന്നിങ് ആൻഡ് വീവിങ് ആൻഡ് എൻ്റർടൈൻ ദംസെൽഫ്. അതായത് ഓരോ കഥകൾ ഓരോ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക, വീവിങ്, പിന്നെ ഈ തയ്യൽ, തുന്നിക്കൊടുക്കുക, എൻ്റർടൈൻമെൻറ്റ്, ഇതൊക്കെയായിരുന്നു അവരുടെ ജോലി. ഓക്കെ. അപ്പോൾ ഈ ദൈവം ആയിട്ടുള്ള ബക്കസ് ഓൾറെഡി ഇവരെ നോട്ട് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇവർക്ക് എപ്പോഴും തന്നോടൊരു പുച്ഛമാണ്, ഇവരുടെ ഫാമിലിക്ക് എപ്പോഴും പുച്ഛമാണ് നിൽക്കുള്ളത്. അത് അവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഇവർ തമ്മിൽ ഉടക്കാണെന്ന് മനസ്സിലായല്ലോ, മിന്യാസും ബക്കസും തമ്മിൽ. നമ്മൾ പറഞ്ഞു ഇവരും ഫാമിലി കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ടെന്നല്ലേ. ഇനി നമ്മളുടെ ചാപ്റ്ററിലോട്ട് പോവുകയാണ്. നമുക്ക് 2 ബുക്കുകളാണ് ഇവിടെ പഠിക്കാനുള്ളത്. ബുക്ക് 4ഉം ബുക്ക് 6. 15 ബുക്കുള്ളതിൽ ഓൾറെഡി നമ്മൾ ബുക്ക് 3 പഠിച്ചു. ഇനി ഫസ്റ്റ് നമ്മൾ ബുക്ക് 4 പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ബുക്കിൻ്റെ മെയിൻ ഹെഡിങ് വരുന്നത് പിരമസ് ആൻഡ് തിസ്ബി എന്നാണ് കേട്ടോ. അത് പിരമസ്, തിസ്ബി 2 ലവേഴ്സാണ്. അവർ തമ്മിലുള്ള പ്രണയത്തിനെ കുറിച്ചാണ് ഈ ഒരു ബുക്കിൽ പറയുന്നത്. അതുമാത്രമല്ല കുറച്ചുകൂടെ കഥകളുണ്ട്. മെയിൻ കഥ ഇതാണ്. ഈ ഒരു ബുക്ക് 4ൻ്റെ കഥ നറേറ്റ് ചെയ്യുന്നത് ആരാന്ന് വെച്ചാൽ മിന്യാസിൻ്റെ 3 മക്കളിൽ ഒരാളായ അർസിപ്പിയാണ്. ഈ പേരൊന്നും ഓർക്കണ്ട, നറേഷന് നമുക്ക് ആവശ്യമില്ലല്ലോ. ജസ്റ്റ് നമുക്ക് ആ ഒരു കഥ മാത്രം അറിഞ്ഞാൽ മതി. മിന്യാസിന്റെ ഒരു മകളാണ് ഈ കഥ നറേഷൻ ചെയ്യുന്നത് കേട്ടോ. അർസിപ്പി, വൺ ഓഫ് ദ ഡോക്ടർ ഓഫ് ദ മിന്യാസ്, ഡിസൈഡഡ് ഓൺ നറേറ്റിംഗ് ദി സ്റ്റോറി ഓഫ് പിരമസ് ആൻഡ് തിസ്ബി. Pyramids and Thisbe are neighbors in Babylon. Their homes are separated by a large brick wall. They are familiar with each other and soon in love with each other because of their physical proximity to each other and the fact that they are childhood friends. അപ്പോൾ നമ്മൾ പറഞ്ഞു പിരമസും തിസ്ബിയും ലവേഴ്സാണ്. ഭയങ്കര കട്ട പ്രേമത്തിലാണ് അവർ.
പക്ഷെ ഇവരുടെ വീട് ഇവർ നൈബേഴ്സ് ആണ് കേട്ടോ, അപ്പുറം ഇപ്പുറമുള്ള വീടാണ്. ഇവർക്കിടയിലുള്ള ഒരു തടസ്സം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് വീടിൻ്റെ ഇടയിൽ വലിയൊരു ബ്രിക്ക് വാളുണ്ട്, വലിയൊരു മതിലുണ്ട് കല്ലുകൊണ്ട് നിർമ്മിച്ച്. സോ ഇവർക്ക് ഇപ്പോഴും കാണാനൊന്നും പറ്റില്ല. ഇവരെപ്പോഴും സംസാരിക്കുകയാണ് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മതിലിൻ്റെ അങ്ങേയറ്റം കോർണറിൽ പോയിട്ട് വീട്ടുകാരൊന്നും കാണാതെ പതിയെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവരുടെ വീട്ടുകാരൊന്നും ഇവരിങ്ങനെ മിണ്ടുന്ന അങ്ങനെയുള്ള കാര്യത്തിലൊന്നും agreed അല്ല. They are passionate and smitten with each other but cannot meet or marry each other because their പാരൻസ് ഡു നോട്ട് അഗ്രി. അവരുടെ രണ്ടുപേരുടെ പാരൻസ് ഇവരുടെ ബന്ധത്തിനെതിരാണ്. സോ ഇവർ ആരും കാണാതെയാണ് ഈ മതിലിൻ്റെ അപ്പുറവും നിന്ന് സംസാരിക്കുന്നത്. ഇവരെന്താണ് ഇത്ര പെട്ടെന്ന് പ്രണയത്തിലാവാൻ കാരണമെന്ന് വെച്ചാൽ ഇവർ കുട്ടിക്കാലം തൊട്ടേ അറിഞ്ഞു വന്ന ഫ്രണ്ട്സാണ്. ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് അവർ ലവേഴ്സായി മാറുമായിരുന്നു. ഇവർക്ക് പിന്നെ ഫ്രണ്ട്ഷിപ്പായി ലവേഴ്സായി. അത് കഴിഞ്ഞ് ലവേഴ്സായി കഴിഞ്ഞ് പിന്നെ ഇവർക്ക് അകലാൻ അത്രത്തോളം അടുത്തു. ഇവരുടെ പാരൻസ് എപ്പോഴും പ്രശ്നമാണ്, നിങ്ങൾ ഇങ്ങനെ പ്രേമിക്കരുത്, നിങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ പ്രശ്നമാണ്. ബട്ട് ഇവർ സീക്രട്ടായിട്ട് ആരും അറിയാതെ പ്രേമിക്കാൻ തുടങ്ങി. അപ്പം ഇവരുടെ ഇടയിലുള്ള തടസ്സം എന്താണ്? ആ ഒരു മതിലാണ്. അപ്പോൾ അവർ ഒരേ സമയത്ത് ഈ മതിലിനെ പഴിക്കുകയും ചെയ്യും, ഒരേ സമയത്ത് അത് കൊണ്ട് ആശ്വസിക്കുകയും ചെയ്യും. കാരണം ഈ മതിലുള്ളതുകൊണ്ടാണ് അവർക്ക് കാണാൻ പറ്റാത്തത് അല്ലേ, അത്രയും വലിയൊരു മതിലുള്ളതുകൊണ്ട്. പക്ഷെ ആ മതിൽ ഉള്ളത് ഒരു കണക്കിന് നല്ലതാണ്, അവർക്ക് സംസാരിക്കാനേലും പറ്റുന്നുണ്ടല്ലോ. ഇൻ കേസ് അവിടെ വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അവരെ വീട്ടുകാർ സംസാരിക്കുന്ന കണ്ട് ഇവരെ ലവ് ഇല്ലാതാക്കിയാണ്. അപ്പോൾ ഇതിപ്പോൾ ആരും അറിയാതെ സംസാരിക്കാനും പറ്റുന്നുണ്ടല്ലോ. സോ അവരെന്ത് ചെയ്തു? ദേ ഡിസൈഡഡ് ടു മീറ്റ് ടീച്ച് അതർ. അവർ പരസ്പരം കാണാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇവരിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്, സംസാരിക്കുകയാണ് ചെയ്യുന്നത് അപ്പുറം ഇപ്പുറവും നിന്ന്. അവരെവിടെയാണ് വരാമെന്ന് പറഞ്ഞത്? രാത്രി ഡൈനസ്റ്റംസ് ഇൻ ദ വുഡ്സ് ഔട്ട് സൈഡ് ബാബിലോൺ. ഇവരുടെ ആ ഒരു പ്ലേസ് ബാബിലോണാണ്. അപ്പോൾ ആ ഒരു ബാബിലോണിന് പുറത്തുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. അവിടെ രാത്രി നമുക്ക് കാണാം, അവിടെ വെച്ച് കാണാം. അതാകുമ്പോൾ അവിടെ ആളുകളൊന്നും ഉണ്ടാവില്ല, നമുക്ക് സീക്രട്ടായിട്ട് കാണുകയും ചെയ്യാം. ഓക്കെ, ഇവർ രണ്ടുപേരും ഇത് ഓക്കെ ആക്കിയിട്ട് രാത്രി എന്ത് ചെയ്തു? ഇവർ രണ്ടുപേരും വീട്ടുകാർ ഉറങ്ങിക്കഴിഞ്ഞ് വീട്ടുകാരുടെ കണ്ണ് വെട്ടിച്ച് വീട്ടിന് പുറത്ത് വന്നു. സോ വീട്ടിന് പുറത്ത് വന്ന് ആദ്യം അവിടെ എത്തിയത് തിസ്ബിയാണ്. തിസ്ബി ആരാണ്? ഫീമെയിലാണ് തിസ്ബി കേട്ടോ. ഫീമെയിൽ തിസ്ബിയും പിരമസാണ് മെയില്. സോ തിസ്ബി അവിടെ എത്തി. തിസ്ബി എത്തിയപ്പോൾ കാട് ഏരിയ ആണല്ലോ, സോ വൈൽഡ് എലിമെന്റ്സ് ഒരുപാട് ഉണ്ടാവും. സോ അവിടെ ഒരു ലയണസ് വന്നു, ഒരു പെൺ സിംഹം വന്നു. അപ്പോൾ ഈ സിംഹത്തിനെ കണ്ട ഉടനെ തിസ്ബി എന്ത് ചെയ്തു? പേടിച്ചോടിയപ്പോൾ തിസ്ബിയുടെ കഴുത്തിൽ ഒരു ഷോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഷോള് താഴെ പോയി. എന്നിട്ട് തിസ്ബി കയറി ഒളിച്ചു, ലയൺ കാണാതെ ഒളിച്ചു. ബട്ട് ഈ ഒരു ലയണിന് തിസ്ബിയുടെ ഷോൾ കിട്ടിയല്ലോ. ലയൺ എന്ത് ചെയ്തു? തിസ്ബിയുടെ ഷോൾ അങ്ങ് വലിച്ചീറി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ വലിച്ചീറിക്കൊണ്ടിരുന്ന സമയത്താണ് അവിടെ നമ്മുടെ പിരമസ് വരുന്നത്. പിരമസ് തിസ്ബിയുടെ കാമുകൻ. പിരമസ് കണ്ടുകൊണ്ട് വന്ന എന്താണ്? തൻ്റെ കാമുകിയുടെ ഷോള് ലയൺ വലിച്ചു കീറുന്നതായിട്ടാണ്. സോ സ്വാഭാവികമായിട്ട് ആ സമയത്ത് പിരമസ് എന്ത് കരുതി? അയ്യോ, എൻ്റെ കാമുകീനെ ഈ ലയൺ കൊന്നു, അല്ലെങ്കിൽ കാട്ട് മൃഗങ്ങൾ എന്തോ ചെയ്തു, അതുകൊണ്ടാണ് അവളുടെ ഷോൾ ഇവിടെ കിടക്കുന്നത്, തറയിൽ കിടക്കുന്നത്, അങ്ങനെയാണ് ഷോള് വലിച്ചു കയറുന്നതെന്ന് പിരമസ് കരുതി. അപ്പോൾ പിരമസ് ചിന്തിച്ചു, അയ്യോ, ഞാൻ വിളിച്ചിട്ടാണ് അവളെ ഇവിടെ വന്നത്, അവളില്ലെങ്കിൽ എനിക്ക് അവിടെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മരണത്തിന് ശേഷമാണെങ്കിലും പോലും എനിക്ക് അവളോടൊപ്പം ജീവിക്കണം. എന്തായാലും ഞങ്ങളുടെ വീട്ടുകാർ ഇപ്പോൾ സമ്മതിച്ചിട്ടില്ല, അവൾ മരിച്ചും പോയി. അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് അവളുടെ ഒപ്പം ജീവിക്കണമെന്ന് കരുതിയിട്ട് പിരമസ് കയ്യിലിരുന്ന സോഡ് വാളെടുത്തിട്ട് സ്വയം കുത്തി മരിച്ചു. ഓക്കെ, കുറച്ച് മിനിറ്റുകൾക്ക് ശേഷമാണ് തിസ്ബി അവിടേക്ക് വരുന്നത്. തിസ്ബി ഒളിച്ചിരിക്കുകയായിരുന്നല്ലോ. തിസ്ബി കൊണ്ടുകൊണ്ട് വന്നതാണെങ്കിലോ തൻ്റെ പ്രിയതമൻ പിരമിസ് മരിച്ചു കിടക്കുന്നതാണ്. സോ ഇത് കണ്ട് സഹിക്കാൻ പറ്റാത്ത തിസ്ബിയും സ്വയം അവിടെ കിടന്ന് കത്തിയെടുത്ത് കുത്തി മരിച്ചുപോയി. അങ്ങനെ രണ്ടുപേരും അവിടെ മരിച്ചു. രണ്ടുപേരും തിസ്ബിയും ഒപ്പം മനസ്സിലാലോചിച്ചത് മരണത്തിന് ശേഷമാണെങ്കിലും കൂടി നമുക്ക് ഒരുമിച്ച് ജീവിക്കാമല്ലോ എന്നാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് അവർ ചിന്തിച്ചു. സോ അവരുടെ ട്രൂ ലവ് ആയതുകൊണ്ട് അവിടെ തന്നെ ഒരു മൾബറി ട്രീ ഉണ്ടായിരുന്നു. ആ ഒരു മൾബറി ട്രീയുടെ കളറ് മാറി, അത് ചുവന്ന കളറായി മാറി എന്നാണ് പറയുന്നത്. ഒരു പ്രണയത്തിൻ്റെ കളർ എന്ന് പറയുമ്പോൾ റെഡ് ആണല്ലോ. സോ ആ ഒരു റെഡ് കളർ കംപ്ലീറ്റ് ആയി മാറി എന്നാണ് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് കഥ. ഇതാണ് ഈ
ബുക്ക് 4 മെയിൻ കഥയായിട്ടുള്ള പിരമസ് ആൻഡ് തിസ്ബിയുടെ കഥ കേട്ടോ. ഒന്നുകൂടെ പറയാം, പിരമസും തിസ്ബിയും പ്രണയത്തിലായിരുന്നു. ബാബിലോണാണ് അവരുടെ സ്ഥലത്തിന്റെ പേര് കേട്ടോ. അപ്പൊ അവര് വീടുകൾ അടുത്തടുത്താണ്, നൈബേഴ്സ് ആണ്. സോ അവരുടെ വീടിന്റെ ഇടയിൽ ഒരു വലിയ ബ്രിക്ക് വാൾ ഉണ്ട്. അത് കൊണ്ട് തന്നെ അവർക്ക് പരസ്പരം കാണാനൊന്നും പറ്റുന്നില്ലായിരുന്നു. സോ ദേ ഡിസൈഡഡ് ടു മീറ്റ് ഈച്ച് അതർ ഇൻ എവിടെയാണ്, ഡെയ്നസ് ടോം ഇൻ ദ വുഡ്സ്. അതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. സോ ലോട്ട്സ് ഓഫ് വൈൽഡ് അനിമൽസ് അവിടെ ഉണ്ടാവും അല്ലേ. സോ അവിടെ ഫസ്റ്റ് ആരാണ് എത്തിയത്, തിസ്ബി ആണ് എത്തിയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഒരു ലയനസ് വരികയും ലയനസിനെ കണ്ട് പേടിച്ചോടിയ സമയത്ത് തിസ്ബിയുടെ ഷോള് താഴെ പോയി. ആ ഷോൾ എടുത്ത് വലിച്ചീറിക്കൊണ്ടിരുന്ന സമയത്ത്, ലയൻ വലിച്ചീറിക്കൊണ്ടിരുന്ന സമയത്ത് പിരമസ് വരികയാണ്. പിരമസ് തെറ്റിദ്ധരിക്കുന്നു എന്താണ്, തന്റെ കാമുകി മരിച്ചുപോയിരുന്നു. സോ പിരമസ് സ്വയം വാളെടുത്ത് കുത്തി മരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് വരുന്ന തിസ്ബി മരിക്കുന്നു. ഓക്കെ, ഇതാണ് സ്റ്റോറി. ഓക്കെ, ഒരു ഇൻകംപ്ലീറ്റ് ലവ് സ്റ്റോറി. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റോറി കേട്ടോ. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റോറി എന്താണ്, ലുക്യോത്തിന്റെയും സണ്ണ് ക്ലൈറ്റി. അതായത് നമ്മുടെ ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത് ലിക്യോത്തിയോ ആൻഡ് ക്ലൈറ്റി എന്നാണ്. ഞാനിവിടെ ക്യാരക്ടേഴ്സിന്റെ പേരാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇത് വളരെ കുഞ്ഞൊരു സ്റ്റോറിയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതിന്റെ കഥ പറയുന്നത് മിന്യസിന്റെ രണ്ടാമത്തെ മകളാണെന്നാണ് പറയുന്നത്. അപ്പൊ മിന്യസിന്റെ മക്കളാണല്ലോ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ മകള് പിരമസിന്റെ കഥ പറഞ്ഞു, രണ്ടാമത്തെ മകള് ഈ ലിക്യോത്തിന്റെ ഒക്കെ കഥ പറയാണ്. സോ ഈ കഥ എന്താന്ന് വെച്ചാല്, വൾക്കാൻ എവിടെയാണ്, ഓക്കെ, വൾക്കാന്റെ വൈഫാണ് വീനസ്. ഓക്കെ, അപ്പൊ ഈ സണ്ണ് വന്ന് വൾക്കാന്റെ അടുത്ത് പറയാണ്, എടാ നിന്റെ ഭാര്യയ്ക്ക്, എടാ എന്നെല്ലാവരെയും എന്താന്ന് വെച്ചാൽ അറിയത്തില്ല. ഓക്കെ, സണ്ണ് വന്ന് വൾക്കാന്റെ അടുത്ത് പറയാണ്, വൾക്കാനെ നിന്റെ ഭാര്യയായിട്ടുള്ള വീനസിന് മാർസുമായിട്ട് അഫെയർ ഉണ്ട് എന്ന് പറയാണ്. ഇപ്പോൾ വൾക്കാന്റെ വൈഫാണ് വീനസ്, ബട്ട് സണ്ണ് വന്ന് പറയാണ്, നിന്റെ ഭാര്യയ്ക്ക് മാർസുമായിട്ട് നിന്റെ വിവാഹത്തിന് പുറത്ത് ഒരു അഫെയർ ഉണ്ട്, എക്സ്ട്രാ മാർഷ്യൽ എന്താണ് അവിഹിത ബന്ധം ഉണ്ടെന്ന്, മാർസുമായിട്ടുണ്ടെന്ന് വന്ന് സണ്ണ് വൾക്കൻ്റെ അടുത്ത് പറയാണ്. ഇത് കേൾക്കുമ്പോൾ വൾക്കന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അപ്പോൾ വൾക്കാൻ കരുതും, ഓക്കെ എൻ്റെ കുടുംബജീവിതം ഇല്ലാതായി, അങ്ങനെയാണെങ്കിൽ നീ സൂഹിക്കണ്ട എന്ന് കരുതും വൾക്കാൻ. അപ്പോൾ സണ്ണ് ഓൾറെഡി മാരീഡ് ആണ് കേട്ടോ. സണ്ണിന്റെ വൈഫിന്റെ പേര് ക്ലൈറ്റി എന്നാണ്. ഓക്കെ, അപ്പൊ വൾക്കാന്റെ വൈഫായിട്ടുള്ള വീനസിന് മാർസുമായിട്ട് അഫെയർ ഉണ്ടെന്നാണ് സണ്ണ് എന്ന് പറയുന്നത്. ഇത് കേട്ട് ദേഷ്യമാവുന്ന വൾക്കാൻ ഡിസൈഡ് ചെയ്യും സണ്ണിന്റെ ജീവിതവും ഇല്ലാതാക്കണമെന്ന്. ഓക്കെ, അങ്ങനെ വൾക്കാൻ സണ്ണിനോട് പറയും, നീ ലിയോ കൊത്തേനെ പ്രേമിക്കണോന്ന് പറയും. അപ്പൊ സണ്ണ് പറയും, അയ്യോ ഞാൻ മാരീഡ് ആണല്ലോ, ഞാൻ ക്ലൈറ്റിയുമായിട്ട് മാരീഡ് ആണല്ലോ, സോ എനിക്ക് അങ്ങനെ അഫെയർ ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പറയും. ബട്ട് വൾക്കൻ പറയും, ഓക്കെ നീ ലിയോ കൊത്തിയോനെ പ്രേമിക്കണം, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് നിന്ന് ഒരുപാട് സണ്ണിനെ മോട്ടിവേറ്റ് ചെയ്ത് സണ്ണിനെ കൊണ്ട് ലിയോ കൊത്തിയോനെ പ്രേമിപ്പിക്കും. സോ അവർ തമ്മിൽ പ്രണയത്തിലാവും. ലിയോ കൊത്തിയോയും സണ്ണും തമ്മിൽ പ്രേമത്തിലായിരിക്കുന്ന സമയത്ത് സണ്ണിന്റെ ഭാര്യയായിട്ടുള്ള ക്ലൈറ്റി ഈ ഒരു അഫെയർ അറിയും. അപ്പോൾ ഒരിക്കലും ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ ഭർത്താവിന് തന്നെ കൂടെ അല്ലാതെ വേറെ ഒരാളുമായിട്ട് അഫെയർ ഉണ്ടെന്ന്. സോ ക്ലൈറ്റിയോ എങ്ങനെയെങ്കിലും ഇതിനെതിരെ റിവഞ്ച് ചെയ്യണമെന്ന് കരുതും. അങ്ങനെ എന്ത് ചെയ്യും, ക്ലൈറ്റി ഈ ലിയോ കൊത്തിയോയുടെ, സണ്ണിന്റെ കാമുകിയാണല്ലോ ലിയോ കൊത്തിയോ അങ്ങനെയാണ് കേട്ടോ പേര്. ലിയോ കൊത്തിയയുടെ അച്ഛനെ വിളിച്ചു പറയും, നിന്റെ മകള് എൻ്റെ ഹസ്ബൻഡുമായിട്ട് പ്രണയത്തിലാണ്, എൻ്റെ ഹസ്ബൻഡ് എന്നെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ, നിങ്ങളുടെ മകൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേ മാരീഡ് ആയിട്ടുള്ള, അങ്ങനെ ഒരുപാട് വിളിച്ച് ആ ഒരു പിതാവിനോട് ശുഭതയാവും ലിയോ കൊത്തിയയുടെ. സോ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ലിയോ കൊത്തിയോയുടെ അച്ഛന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. കാരണം സ്വന്തം മകള് മാരീഡ് ആയിട്ടുള്ള ഒരാളുമായിട്ട് ഇഷ്ടത്തിലാണ് എന്നൊക്കെ പറയുമ്പോൾ പിതാവിന് സഹിക്കാൻ പറ്റില്ലല്ലോ. സോ പിതാവ് എന്ത് ചെയ്യും, ദേഷ്യം കയറിയ ലിയോ കൊത്തിയോയുടെ ഫാദർ നമ്മുടെ ലിയോ കൊത്തിയോനെ ജീവനോടെ ബറീസ് ഹെർ അലൈവ്, ജീവനോടെ കുഴിച്ചു മൂടും, കൊല്ലാതെ തന്നെ കുഴിച്ചു മൂടും എന്നാണ് പറയുന്നത്. ഇതറിയുന്ന സണ്ണാണല്ലോ കാമുകൻ, സണ്ണിന് ഭയങ്കരമായിട്ട് വിഷമാവും, സണ്ണിന് ഭയങ്കര പശ്ചാത്താപം വരും, ഞാൻ കാരണമാണല്ലോ അവർക്ക് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ കരുതി വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ അലൈവാണ്, സ്റ്റിൽ അവള് മണ്ണിനടിയിൽ അലൈവാണെന്നാണ് പറയുന്നത് ലിയോ കൊത്തിയോ. അവിടെ നിന്ന് ഒരു ചെടി മുളച്ചു വരും, ഒരു ഫ്രാങ്കിൻസെൻസ് പ്ലാന്റ്, അങ്ങനെ ഒരു നെയിംഡ് ആയിട്ടുള്ള പ്ലാന്റ് അവിടെ നിന്ന് ഉയർന്നു വരുമെന്നാണ് പറയുന്നത്, ഒരു ജീവന്റെ കണിക പോലെ. അത്രയേ ഉള്ളൂ സ്റ്റോറി. അതും ഒരു ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, ലവ് സ്റ്റോറിയാണ് അല്ലേ. സോ
മൂന്നാമത്തെ സ്റ്റോറി നമുക്ക് നോക്കാം. മൂന്നാമത്തെ സ്റ്റോറി സലാമിസിന്റെയും ഹെർമാഫ്രോഡിറ്റിസിന്റെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതില് ഈ കഥ പറയുന്നതും മിന്യാസിന്റെ രണ്ടാമത്തെ മകളാണ് കേട്ടോ. രണ്ടാമത്തെ മകളാണ് ഈ ഒരു കഥ പറയുന്നത്. ഇതിലെന്താന്ന് പറയുമ്പോൾ സെക്ഷലി അഡ്വഞ്ചറസ് ആൻഡ് പ്രോമിസസ് സെൽമാസിസ് ലവ് ഹെർമോഫ്രോഡിറ്റസ് വിത്ത് ആൾ ഹെയർ ഹാഡ്. അപ്പോൾ സൽമസിസ് എന്നുള്ള അതാണ് വുമന്റെ പേര്. ഞാൻ അത് വുമന്റെ പേരെന്ന് എടുത്ത് പറയുന്നത്. ചില പേരുകൾ കേട്ടാൽ അത് വുമൺ ആണോ മെന്നാണോ എന്ന് നമുക്ക് ഡൗട്ട് വരുന്നേക്കാം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ സൽമസിസ് അവളുടെ പൂർണ്ണ ഹൃദയത്തോടുകൂടി ഹെർമോഫ്രോഡിറ്റസ് എന്നുള്ള ഒരു യുവാവിനെ പ്രണയിക്കുകയാണ്. പ്രണയിക്കുന്ന സമയത്ത് സൽമാസിസിന് ഹെർമാഫ്രോഡിറ്റസിന്റെ അടുത്ത് ഇഷ്ടമുണ്ട്. ബട്ട് ഹെർമാഫ്രോഡിറ്റസിന് സൽമാസിസിനെ ഇഷ്ടമല്ല എന്ന് വെച്ചാൽ ചെറിയ ഇഷ്ടമുണ്ട്, പക്ഷെ അങ്ങോട്ട് ഒരു ഫീലിങ്സ് ഒന്നുമില്ല. അപ്പൊ ഇത് സൽമാസിന് സഹിക്കാൻ പറ്റുന്നില്ല. സൽമാസിസ് എന്ത് ചെയ്യും? ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഷീ പ്രേസ് ടു ദ ഗോഡ്സ് ടു ലെറ്റ് ദം യുണൈറ്റ് ആൻഡ് ബിക്കം വൺ. അവൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എത്രയും പെട്ടെന്ന് ഹെർമാഫ്രോഡിറ്റസ് എന്നെ പ്രണയിക്കണേ, ഞങ്ങൾ ഒന്നാവണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഈ പ്രാർത്ഥന ദൈവം കേൾക്കും. ദൈവം പറയും, ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവന്റെ മനസ്സിൽ ഞാനൊരു പ്രേമത്തിന്റെ കണികയ്ക്ക് ഇടാന്ന് പറഞ്ഞ് കൊടുക്കും. കൊടുത്തിട്ട് ഇവർ തമ്മിൽ പ്രണയത്തിലാവും. ആരാണ്? ഹെർമാഫ്രോഡിറ്റസും സൽമാസിസും തമ്മിൽ പരസ്പരം ദൈവത്തിന്റെ സപ്പോർട്ടോടുകൂടി പ്രണയിച്ച ആ ഒരു കഥ ഇങ്ങനെ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മിന്യാസിന്റെ ഡോക്ടറാണല്ലോ ഈ കഥ പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ബക്കസ് ദൈവം അവിടെ പ്രത്യക്ഷപ്പെടും. അപ്പൊ എന്തിനാണ് അവിടെ ബക്കസ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്? നമ്മൾ ഈ ഒരു യൂണിറ്റ് തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ തബസ് എന്ന രാജ്യത്തിലെ എല്ലാവരും ബക്കസ് ദൈവത്തിനെ ആരാധിക്കുന്ന ആൾക്കാരാണ് അല്ലെ. പക്ഷെ മിന്യാസിന്റെ ഫാമിലി മാത്രം ബക്കസിനെ ആരാധിക്കുന്നില്ല. അവരൊരു ഇഷ്ടമല്ലാത്ത രീതിയാണ്. സോ ബക്കസിന് എപ്പോഴും മിന്യാസിനോടും കുടുംബത്തിനോടും ഒരു റിവെഞ്ച് ചെയ്യണം, എപ്പോൾ റിവെഞ്ച് ചെയ്യണമെന്ന് നോക്കിയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് മിന്യാസിന്റെ 3 മക്കള് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അങ്ങനെയാണ് ബക്കസ് അവിടെ വരുന്നത്. ബക്കസ് അവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ 3 പേരെയും ബാറ്റാക്കി മാറ്റും. ബാറ്റ് എന്ന് വെച്ചാൽ വവ്വാല്, പക്ഷി, ഇങ്ങനെ പക്ഷികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അത് എന്താണ്, മിന്യാസ് ഈ ബക്കസ് പറയുന്നത് കേൾക്കാതെ വേറെ ദൈവത്തിന് ആരാന്ന് വെച്ചാല് ഗോഡ്നസ് മിനർവേനെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ബക്കസ് പറഞ്ഞു, മിനർവേനെ അല്ല, എന്നെ വേണം നീ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് മിന്യാസ് പറഞ്ഞു, ഇല്ല, ഞാനും എൻ്റെ ഫാമിലി നിന്നെ ആരാധിക്കില്ല, ഞാൻ ഗോഡ്നസ് ആയിട്ടുള്ള മിനർവേനെ ആരാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇതിന് റിവെഞ്ച് ആയിട്ടാണ് ബക്കസ് അവിടെ പ്രത്യക്ഷപ്പെട്ട് ഈ 3 പേരെയും വവ്വാലാക്കി മാറ്റുന്നത്, പക്ഷികളാക്കി മാറ്റുന്നത്. സോ അവർ പറഞ്ഞുകൊണ്ടിരുന്ന കഥ ഏതായിരുന്നു? സലാമിസിന്റെയും ഹെർമാഫ്രോഡിറ്റസിന്റെ ആയിരുന്നു അല്ലെ. അവർ ആ 2 പേരും പ്രേമിക്കുന്ന ആ ഒരു പൊസിഷൻ എത്തിയപ്പോഴത്തേക്ക്, ആ ഒരു കഥ എത്തിയപ്പോഴത്തേക്കും ഇവരെ ബാറ്റാക്കി, പക്ഷിയാക്കിയോണ്ട് നമുക്ക് ആ കഥ ബാക്കി പിന്നെ എന്തായെന്ന് അറിയാൻ വയ്യ. ഇൻകംപ്ലീറ്റ് സ്റ്റോറിയാണ് അല്ലേ. സോ അത്രയേ ഉള്ളൂ മൂന്നാമത്തെ കഥ. ഇനി 4th വണ് ഇനോയുടെയൊക്കെ കഥയാണ്. ഇനോ, അതുപോലെ തന്നെ കാറ്റ്മസ്, അവരുടെയൊക്കെ കഥയാണ്. ഇവരുടെയൊക്കെ കഥ ഏതാണ്? നമ്മൾ കഴിഞ്ഞ യൂണിറ്റ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു കഥയുടെ കണ്ടിന്യൂവേഷൻ ഇങ്ങോട്ടുണ്ട്. അവിടെ ഒരു രണ്ടാമത്തെ ഒരു കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങോട്ട് ബാക്കിയുണ്ടെന്ന്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ബുക്ക് 3 ഒരു കഥ പറഞ്ഞു. ജുപ്പിറ്റർ കാറ്റ്മസിന്റെ മകളായിട്ടുള്ള സെമിലീനെ പ്രഗ്നന്റ് ആക്കി ഇങ്ങനെയുള്ള ആ ഒരു അഫയർ അറിഞ്ഞ് ജുപ്പിറ്ററിന്റെ വൈഫായ ജുനോ സെമിലീനെ കൊല്ലാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ സെമിലി മരിച്ചുപോയി. ബട്ട് സെമിലിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നു, അതാണ് ബക്കസ് അല്ലെ. ഈ ബക്കസ് ജനിച്ചപ്പോ ജുപ്പിറ്റർ ആരും അറിയാതെ ഇനോയുടെ കയ്യിലാണ് കൊടുത്തത്. ഇനോ ആരാണ്? സെമിലിയുടെ അനിയത്തിയാണ്. അപ്പൊ ഈ ഇനോ ആണ് ഈ ബക്കസിന് വേണ്ട പരിചരണം എല്ലാം കൊടുത്ത് വളർത്തി വലുതാക്കിയത്. അപ്പൊ ജൂനിക്ക് ആ സമയത്ത് അറിയില്ല, ജുപ്പിറ്ററിന്റെ വൈഫിന് അറിയില്ല ഇങ്ങനെ ബക്കസ് ജനിച്ച കാര്യവും ബക്കസ് ദൈവമാണോ ഇങ്ങനെയുള്ള കാര്യമൊന്നും അറിയില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. ബക്കസ് ഇങ്ങനെ എല്ലാവരും ആരാധിക്കുന്ന ഒരു ദൈവമായ സമയത്താണ് ജൂനോ അറിയുന്നത് അത് അന്നത്തെ കുട്ടിയാണെന്നും അന്ന് തന്റെ ഭർത്താവ് ഗർഭിണിയാക്കിയ സെലിമിയുടെ കുഞ്ഞാണെന്നും ആ ബക്കസിനെ എടുത്ത് വളർത്തി സീക്രട്ടായിട്ട് വളർത്തി വലുതാക്കിയത് സെമിലിയുടെ അനിയത്തിയായിട്ടുള്ള ഇനോ ആണെന്നും ജൂനോ ഈ ഒരു ബുക്ക് 4 ആ ഒരു സമയത്താണ് അറിയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ജൂനോയ്ക്ക്
കുഞ്ഞിനെ എടുത്ത് വളർത്തിയ അനിയത്തിയായ സെമിലിയുടെ അനിയത്തിയായ ഇനോയുടെ അടുത്ത് ഭയങ്കര ദേഷ്യം വന്നു. കാരണം സെമിലിയുടെ അനിയത്തി ഇനോ ഇല്ലായിരുന്നെങ്കിലും ബക്കസ് വരില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇനോ അന്ന് പാലക കൊടുത്ത് ഒളിപ്പിച്ച് വളർത്തിയോണ്ടാണ് ബക്കസ് ദൈവമായിട്ട് വന്നത്. അപ്പൊ ജുനോയ്ക്ക് ഭയങ്കര ദേഷ്യം ഇനോയുടെ അടുത്ത്. അപ്പൊ അവരെന്താ ചെയ്തത്? The story of the house Cadmus comes to next. Juno detests Cadmus' doctor. Ino, as she worships Bacchus, Ino is the second doctor of the Cadmus and a warrior than Semele, whom Juno tricks into getting killed by her lover and Juno's husband Jupiter. അപ്പോൾ ജുനോ കരുതുകയാണ് ഇനോ ആണ് ഇവനെ ഇത്രയും വളർത്തി ഇപ്പോൾ ദൈവമാക്കിയത്, സോ അവളെ ഇനി കൊന്നുകളയണം, എനിക്ക് റിവെഞ്ച് ചെയ്തേ പറ്റുള്ളൂ എന്ന് കരുതി ജുനോ നടക്കുകയാണ്. ജുനോ അങ്ങനെ റിവെഞ്ച് ചെയ്യണമെന്ന് കരുതി നടക്കുന്ന സമയത്ത് ബക്കസ്, ജൂപ്പിറ്ററിന്റെ മകനായിട്ടുള്ള ബക്കസ് ഇത് അറിയുകയാണ്. ജുനോ തന്നെ എടുത്തു വളർത്തിയ എൻ്റെ അമ്മയുടെ സഹോദരി ആയിട്ടുള്ള ഇനോനെ കൊല്ലാൻ നടക്കുവാണെന്ന്. അതുകൊണ്ട് തന്നെ ബക്കസ് എന്ത് ചെയ്തു? ദൈവമായിട്ടുള്ള ബക്കസ് ഇനോനെയും കുടുംബത്തിനെയും എല്ലാം ഒരു കേവിൽ കൊണ്ട് ഒളിപ്പിച്ചു. ഇനോനെ ഒരു കേവിൽ കൊണ്ട് ഒളിപ്പിച്ചിട്ട് പറയും, പുറത്ത് വരരുത്, പ്രശ്നമാണ്, ഞാൻ വിളിക്കാതെ പുറത്തൊന്നും വരരുതെന്ന് പറയും. ഇതറിഞ്ഞ ഈ ജുനോ എന്ത് ചെയ്യും? ജുനോ ഒരു ഗോഡ്നസ് ആണല്ലോ, സോ ഒരുപാട് സൂപ്പർ പവറും ട്രിക്സ് ഒക്കെ കയ്യിലുണ്ട്. ഇനോ എന്ന് പറയുമ്പോൾ നോർമലി ഉള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ്. So Juno seeks the help of the Furious who drive in Ino's husband Athamas. അപ്പോൾ ജുനോ നോക്കുമ്പോൾ ഇനോ ഇത് പേര് തിരിയരുത്. ജുനോ എന്ന് പറയുമ്പോൾ ജുപ്പിറ്ററിന്റെ വൈഫ് ജുനോ ആണ് റിവെഞ്ച് ചെയ്യാൻ നടക്കുന്നത്. സോ ജുനോ നോക്കുമ്പോൾ ഇമോ ഇപ്പൊ ആരുടെ കസ്റ്റഡിയിലാണ്? ദൈവമായിട്ടുള്ള ബക്കസിന്റെ കസ്റ്റഡിയിലാണ്. സോ ജുനോയ്ക്ക് ഇപ്പോൾ ഇമോനെ ഒന്നും ഡയറക്ട്ലി ചെയ്യാൻ പറ്റില്ല, കാരണം ബക്കസിന്റെ അണ്ടറിലാണല്ലോ. സോ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇനോടെ ഫാമിലിക്കിട്ടാണ്. ഫാമിലി ജുനോയുടെ അടുത്ത് ഇവരുടെ വീട്ടിലാണ് കേട്ടോ, കേവിലല്ല, ഈ ബക്കസിന്റെ പ്രൊട്ടക്ഷനിലല്ല ഇനോടെ ഫാമിലി. സോ ജുനോ ഫ്യൂരിയസ് എന്നുള്ള ഒരു ഗോഡുമായിട്ട് സപ്പോർട്ടിന് വിളിച്ചിട്ട് എന്ത് ചെയ്യും? ഇനോടെ ഹസ്ബൻഡായിട്ടുള്ള അദമസിന് ഒരു മെന്റൽ ഷോക്ക് കൊടുക്കുകയാണ്. അതായത് വട്ടനാക്കി മാറ്റുക, മെന്റലി ഉള്ള ഇഷ്യൂസ്, മെന്റലി അബ്നോർമൽ ആവുന്ന ഒരാളാക്കി ഇനോടെ ഹസ്ബൻഡായിട്ടുള്ള അദമസിനെ മാറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ അദമസിന് മെന്റലി ഇതാവുമ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് കാണുന്നതല്ല അയാളെ മനസ്സിൽ വരുന്നത്. മീൻസ് ഇപ്പോൾ തൻ്റെ ഫ്രണ്ടിൽ ഒരു മരമാണ് നിൽക്കുന്നതെങ്കിൽ അയാൾ മേ ബി അത് കരുതുന്നത് മനുഷ്യനായിട്ടായിരിക്കാം. അങ്ങനെ ഒരു മെന്റലി ഉള്ള ഒരു അബ്നോർമൽ ഉള്ള ഒരാളാക്കി മാറ്റുകയാണ്. ഇനോടെ ഹസ്ബൻഡിനെ ആരാണ് മാറ്റുന്നത്? ജുനോ ആണ് മാറ്റുന്നത്. ഗോഡ്നസ് ആയിട്ടുള്ള ജുനോയുടെ ട്രിക്ക് യൂസ് ചെയ്ത് ഇനോടെ ഹസ്ബൻഡ് ആയിട്ടുള്ള അദമസിനെ ഒരു മെന്റൽ പേഷ്യൻ്റ് ആക്കി മാറ്റുകയാണ്. എന്നിട്ടും ഇവർ ജുനോ നിർത്തില്ല. ജുനോ പിന്നെയും ട്രിക്കുകൾ പ്രയോഗിക്കുകയാണ്. ഈ സമയത്താണ് ഇനോയുടെ 2 കുട്ടികളും തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള അദമസിന്റെ ഫ്രണ്ടിൽ വരും. അവർക്കറിയില്ലല്ലോ മെന്റലി ഇങ്ങനെ ആക്കിയ കാര്യം. ഇനോയും 2 കുട്ടികളും അദമസിന്റെ ഫ്രണ്ടിൽ വരുന്ന സമയത്ത് അദമസ് ഈ ഒരു മെന്റൽ ഇഷ്യൂ കാരണം അദമസിന് തോന്നുന്നത് ഒരു സിംഹത്തിന്റെ 2 കുട്ടികളും വരുന്നതായിട്ടാണ്. അത് ഈ ഗോഡ്നസ് ആയിട്ടുള്ള ജുനോ ചെയ്യുന്ന ഒരു മാജിക്കൽ ട്രിക്കാണ് അദമസിന്റെ മനസ്സിൽ. സോ ആക്ച്വലി ഇനോയുടെ 2 കുട്ടികളുമാണ് വരുന്നത്. ബട്ട് അദമസിന് തോന്നുന്നത് അദമസിന്റെ ഭാര്യയും 2 കുട്ടികളാണ് ആക്ച്വലി വരുന്നത്. ബട്ട് അദമസിന് തോന്നുന്നത് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിംഹവും 2 കുട്ടികളും നടന്നു വരുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് ഈ അദമസ് എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യാൻ വരുന്ന സിംഹമാണെന്ന് കരുതി അതില് തിരിച്ചറ്റാക്ക് ചെയ്യാൻ പോകും. തിരിച്ചറ്റാക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ അദമസിന്റെ ഒരു കുഞ്ഞ് അതിൽ മരണപ്പെടും. ആക്ച്വലി സിംഹമാണെന്ന് കരുതിയാണ് കൊല്ലുന്നത്, പക്ഷെ യഥാർത്ഥത്തിൽ അദമസിന്റെ കുഞ്ഞായിരുന്നു അത് മാനസികമായിട്ട് പ്രോബ്ലം ഉള്ളതുകൊണ്ട് അദമസിന് അത് മനസ്സിൽ തോന്നുന്നതാണ് മനുഷ്യനൊരു സിംഹമായിട്ട്. ഓക്കെ, ഇത് കാണുന്ന ഇനോ എന്ത് ചെയ്യും? ഇനി എവിടെ നിന്നോ സേഫ് അല്ല എന്ന് മനസ്സിലാക്കി, ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് സേഫ് അല്ല, ഹസ്ബൻഡിന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഇനോ തന്റെ ബാലൻസ് ഉള്ള ആ ഒരു കുഞ്ഞുമായിട്ട്, 2 കുഞ്ഞുങ്ങളിൽ ഒരാളാണല്ലോ മരിച്ചത്, ഒരു കുഞ്ഞുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് ഒരു ക്ലിഫിൽ നിന്ന് എടുത്ത് ചാടും. ക്ലിഫ് എന്ന് പറയുമ്പോൾ ഈ ഓഷ്യൻ്റെ വർക്കല ക്ലിഫ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ല? അതായത് ആ ഒരു കടലിൽ നിന്ന് കുറച്ചുകൂടെ ടോപ്പിൽ നിൽക്കുന്ന ആ ഒരു റോക്കൊക്കെ ആയിട്ട് നിൽക്കുന്ന സ്ഥലം. അങ്ങനെയുള്ള ഒരു ക്ലിഫിൽ നിന്ന് ഇവരെടുത്ത് ചാടുന്ന സമയത്ത് jumps off a cliff with the other child. Venus intervenes and requests Neptune, the god of the sea, to save Ino and her remaining child. ഈ സമയത്ത് ഗോഡ് ഓഫ് സീ,
ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സീ കടലിലോട്ടാണല്ലോ ചാടാൻ പോകുന്നത്. അപ്പൊ ആ ഒരു കടലിന്റെ ഗോഡ് ഓഫ് സീ വേനസിനോട് അഭ്യർത്ഥിക്കും. ഇനോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനോ ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തി വലുതാക്കി, ബക്കസിനെ എടുത്ത് വളർത്തി വലുതാക്കി, അത് മാത്രമേ അവള് ചെയ്തിട്ടുള്ളൂ. അല്ല ഒരു തെറ്റും അവള് ചെയ്തിട്ടില്ല, നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും ഒക്കെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. സോ ദൈവമേ, വേനസെ അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയും. അത് കാണുന്ന നെപ്റ്റ്യൂൺ എന്ത് ചെയ്യും? ഇവരെ രക്ഷിക്കണം, ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അത് മാത്രമല്ല, ഇവരെ ഇങ്ങനെ മനുഷ്യകോലത്ത് ഇനി നിർത്തിയിരുന്നാൽ പിന്നെയും ജൂനോ വന്ന് ഇവരെ കൊല്ലാൻ നോക്കും. ഗോഡ്നെസ് ആണല്ലോ ജൂനോ. സോ അത് ജൂനയ്ക്ക് ഇനോനെ മനസ്സിലാവാതിരിക്കാനായിട്ട് നെപ്റ്റ്യൂൺ എന്ന ഗോഡ് എന്ത് ചെയ്യും? ഇനോനെയും കുട്ടീനെയും ഡെയ്റ്റീസ് ഓഫ് ദ സീ ആക്കും. ഡെയ്റ്റീസ് ഓഫ് ദ സീ എന്ന് പറയുമ്പോൾ ദേവതകൾ, വേറൊരു രൂപമാക്കും, ഈ മത്സ്യകന്യകളെ പോലെ. അങ്ങനെ ഒരു രൂപമാക്കി ഇവരെ ഫേസ് ഒക്കെ അങ്ങ് കൺവേർട്ട് ചെയ്യും. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ജൂനോയ്ക്ക് റിവഞ്ച് ചെയ്യാൻ നടക്കുന്ന ജൂപ്പിറ്ററിന്റെ വൈഫായ ജൂനോയ്ക്ക് മനസ്സിലാവാതിരിക്കാനാണ് നെപ്റ്റ്യൂണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും കാഡ്മസ് ഈ കാര്യങ്ങളെല്ലാം അറിയും. കാഡ്മസ് ആരാണ്? ഇനോടെ അച്ഛനാണ്. ഇനോടെ മാത്രമല്ല, സെമിലി, ജൂപ്പിറ്ററുമായിട്ട് അഫെയർ ഉണ്ടായിരുന്ന സെമിലിയുടെ അച്ഛനാണ് കാഡ്മസ്. കാഡ്മസിന്റെ മകള് തന്നെയാണ് ഇനോ. അപ്പൊ കാഡ്മസ് ഈ വിവരങ്ങളൊക്കെ അറിയാണ്. തൻ്റെ മകളെ കൊല്ലാൻ നോക്കിയതും. ഓൾറെഡി കാഡ്മസിന്റെ കുറെ പേരിപ്പോ മരിച്ചിട്ടുണ്ട്, കൊച്ചുമക്കളും പിന്നെ ഇപ്പോ മകള് മരിച്ചു. അങ്ങനെ ഒരു സെമിലിയൊക്കെ മുമ്പ് മരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഇതെല്ലാം കേൾക്കുമ്പോൾ ആ ഒരു മനുഷ്യൻ തകർന്നു പോവുകയാണ് ചെയ്യുന്നത്, കാഡ്മസ്. സോ വെൻ കാഡ്മസ് ലേൺസ് ഓഫ് ദിസ് ന്യൂ ട്രാജഡി, ഹി ലീവ്സ് തബസ് ആൻഡ് പ്രേസ് ടു ദ ഗോഡ് ടു ട്രാൻസ്ഫോം ഹിം ഇൻടു എ സെർപ്പന്റ്. ഇതെല്ലാം അറിയുമെന്ന കാഡ്മസ് എന്ത് പറയും? ദൈവത്തിനോട് പറയും, അയ്യോ എനിക്ക് ഇനി ഇങ്ങനെ ജീവിക്കാൻ വയ്യ, ഞാൻ ഈ തപസ് വിട്ടു പോവുക, ഈ രാജ്യം വിട്ടു പോവുക, എന്നെ എൻ്റെ ഭാര്യേനെയും സെർപ്പന്റ് ആക്കി മാറ്റണമെന്ന് പറയും, സർപ്പമാക്കി. അങ്ങനെ കാഡ്മസിന്റെ റിക്വസ്റ്റ് പ്രകാരം ദൈവം എന്ത് ചെയ്യും? ഈ കാഡ്മസിനെയും വൈഫിനെയും സെർപ്പന്റ് ആക്കും. എന്നിട്ട് ഇവർ ഈ ഒരു രാജ്യം വിട്ടു പോകും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നാലാമത്തെ സ്റ്റോറി. ഇത് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള സ്റ്റോറിയാണ് അല്ലേ? നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറയാം, എങ്കിലേ മനസ്സിലാവുള്ളൂ. സോ നമ്മൾ കഴിഞ്ഞ യൂണിറ്റ് പറഞ്ഞു, ജൂപ്പിറ്റർ ആയിട്ട് അഫയർ ഉണ്ടായിരുന്ന ആളാണ് കാഡ്മസിന്റെ മകളായിട്ടുള്ള സെമിലി. സെമിലിയുടെയും ജൂപ്പിറ്ററിന്റെയും മകനാണ് ഗോഡ് ബക്കസ്. ഓക്കെ, ഈ ബക്കസ് ജനിച്ച സമയത്ത് അമ്മയായിട്ടുള്ള സെമിലി ജീവനോടെ ഇല്ല. സോ ബക്കസിനെ രഹസ്യമായിട്ട് നോക്കാൻ ഏൽപ്പിച്ചത് ഇനോടെ കയ്യിലാണ്. ഇനോ ആരാണ്? സെമിലിയുടെ അനിയത്തിയാണ്. ജൂപ്പിറ്റർ ആണ് ഇനോടെ കയ്യിൽ ഏൽപ്പിച്ചത്. ഇനോ ആണ് ഈ ജനിച്ച ബക്കസിനെ പാലൊക്കെ കൊടുത്ത് വളർത്തി വലുതാക്കിയത്. എന്നിട്ട് ബക്കസ് വളർന്ന് വലുതായ സമയത്താണ് ജൂനോ അറിയുന്നത് ഇനോ ആണ് ബക്കസിനെ വളർത്തി വലുതാക്കിയതെന്നും ഓൾസോ ഇനോ ബക്കസിനെ വർഷിപ്പ് ചെയ്യുന്നത്, ആരാധിക്കുന്നതൊന്നും ഗോഡ്നെസ് ആയിട്ടുള്ള ജൂനോയ്ക്ക് സഹിച്ചില്ല. സോ ജൂനോ എന്ത് ചെയ്തു? ഡിസൈഡഡ് ടു കിൽ ഇനോനെ അങ്ങ് തട്ടിക്കളയാൻ തീരുമാനിച്ചു. ഇതറിയുന്ന ബക്കസ് എന്ത് ചെയ്യും? ഇനോനെ സംരക്ഷിക്കാൻ പോകും. കാരണം എന്താണ്? ബക്കസ് പറയുന്നത്, എൻ്റെ അമ്മേനെ ജൂനോ ഓൾറെഡി കൊന്നുകളഞ്ഞു ഞാൻ ജനിക്കുന്നതിന് മുൻപ്, ഇനി എൻ്റെ വളർത്തമ്മേനെ കൂടി കൊല്ലാനായിട്ട് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. ഇതറിയുന്ന ബക്കസ് ഇനോനെ ഒരു കേവിൽ കൊണ്ട് ഒളിപ്പിച്ച് താമസിക്കും. ഇനോനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന ജൂനോ എന്ത് ചെയ്യും? ഇനോയുടെ ഹസ്ബൻഡായിട്ടുള്ള അദമസിനെ മെന്റൽ പേഷ്യൻ്റ് ആക്കി മാറ്റും. എന്താണ്? മാജിക്കൽ ട്രിക്ക് യൂസ് ചെയ്ത് അദമസിനെ മെന്റൽ പേഷ്യൻ്റ് ആക്കി മാറ്റും. അപ്പൊ അദമസിന് മെന്റൽ പ്രോബ്ലം വന്നത് അറിയാതെ ഇനോയും 2 കുട്ടികളും തൻ്റെ ഹസ്ബൻഡിനോട് അടുത്തോട്ട് വരുന്ന സമയത്ത് അദമസ് കരുതുന്നത് ഒരു സിംഹവും 2 കുട്ടികളുമാണ് വരുന്നതെന്നാണ് ആ ഒരു മെന്റൽ പ്രോബ്ലം കാരണം തെറ്റിദ്ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിംഹമാണെന്ന് കരുതി ഒരാളെ വെട്ടുന്നത് യഥാർത്ഥത്തിൽ അദമസിന്റെ സ്വന്തം കുഞ്ഞിനെ തന്നെയായിരുന്നു അവിടെ കൊല്ലുന്നത്. അങ്ങനെ അവിടെ ഇനോടെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു. അദമസിന്റെ ആ ഒരു കുഞ്ഞിനെ തന്നെ അദമസ് കൊന്നുകളയാണ് ചെയ്യുന്നത്. അത് കൊന്നുകളഞ്ഞ വിഷമത്തിൽ ഇനോയും മറ്റൊരു കുഞ്ഞും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു ക്ലിഫിൽ നിന്ന് ഓഷ്യനിലേക്ക് ചാടുന്ന സമയത്ത് ഗോഡ് ഓഷ്യൻ നെപ്റ്റ്യൂൺ അവരുടെ അടുത്തൊക്കെ റിക്വസ്റ്റ് ചെയ്യും, മറ്റുള്ള ഗോഡിനടുത്ത് ഇനോനെ ഒന്ന് സംരക്ഷിക്കണമെന്ന്. അങ്ങനെ ആസ് എ റിക്വസ്റ്റ് ഇനോയിനെയും കുഞ്ഞിനെയും നെപ്റ്റ്യൂൺ എന്ത് ചെയ്യും? ഒരു ഡെയ്റ്റീസ് ഓഫ് ദ സീ ആക്കി മാറ്റുകയാണ്, ദേവതകളാക്കി മാറ്റുകയാണ്. ഈ സംഭവ വികാസങ്ങളെല്ലാം അറിഞ്ഞ ഇനോടെ ഫാദർ ആയിട്ടുള്ള കാഡ്മസ് മാനസാന്തരം കയറിയിട്ട് ദൈവത്തിനോട് പറയാണ്, ഞാൻ ഈ തപസ് എന്ന രാജ്യം വിട്ടു പൊക്കോളാം, എന്നെ ഒരു സെർപ്പന്റ് ആക്കി മാറ്റണമെന്ന്. അങ്ങനെ കാഡ്മസിനെയും വൈഫിനെയും സെർപ്പന്റ് ആക്കി മാറ്റി അവർ ആ തപസ് വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റോറി നമ്പർ 4. സോ ഇനി ബുക്ക്
4 വരുന്ന ലാസ്റ്റ് സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ പെർസ്യൂസ് ആണ് മെയിൻ ക്യാരക്ടർ വരുന്നത് കേട്ടോ. സോ ഈ ഒരു പെർസ്യൂസ് എന്നുള്ള ക്യാരക്ടർ ഡിസൈഡ്സ് ടു റെസ്റ്റ് ഇൻ ദ കിങ്ഡം ഓഫ് അറ്റ്ലസ്. അറ്റ്ലസിന്റെ രാജകൊട്ടാരത്തിൽ, അറ്റ്ലസ് ഒരു രാജാവാണ്. സോ അദ്ദേഹത്തിന്റെ രാജകൊട്ടാരത്തിൽ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട്, അവിടെ ഒന്ന് കുറച്ച് നാളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫ്രണ്ട്സ് ആണ് കേട്ടോ. പെർസ്യൂസ് ചെല്ലുകയാണ്. സോ ഈ പെർസ്യൂസ് വരുന്ന സമയത്ത് അറ്റ്ലസ് ഭയങ്കരമായിട്ട് ഷോക്കായി പോവാണ്. എന്നിട്ട് നല്ല രീതിയിൽ ട്രീറ്റ് ഒന്നും ചെയ്യില്ല. നോർമലി ഒരു അതിഥി കൊട്ടാരത്തിലോട്ട് വരുമ്പോൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടതാണല്ലോ. ബട്ട് പെർസ്യൂസ് എന്ത് ചെയ്യും? പെർസ്യൂസിനെ അറ്റ്ലസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യില്ല. അതിന് കാരണം അറ്റ്ലസ് തെറ്റിദ്ധരിക്കും പെർസ്യൂസ് വന്നിട്ടുള്ളത് തൻ്റെ കൊട്ടാരവും രാജ്യവും ഒക്കെ കീഴടക്കാനാണ്, ഇവിടുത്തെ സംഭവങ്ങളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകാനാണ് ഈ പെർസ്യൂസ് വന്നിട്ടുള്ളതെന്ന് അറ്റ്ലസ് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് പെർസ്യൂസ് ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം താൻ വന്നിട്ട് അറ്റ്ലസിന് ഒരു മൈൻഡില്ല, അവൻ എന്നെ പുച്ഛത്തോടെയാണ് നോക്കുന്നത്. അതിനുശേഷമാണ് പെർസ്യൂസ് മനസ്സിലാക്കുന്നത് അറ്റ്ലസിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ ഇവിടുത്തെ എല്ലാം മോഷ്ടിക്കാനാണ് വന്നതെന്നുള്ള ഒരു തെറ്റിദ്ധാരണ വന്നു കൂടിയിട്ടുണ്ടെന്ന്. ഇത് മനസ്സിലാക്കുന്ന പെർസ്യൂസിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അറ്റ്ലസിനോട്. കാരണം ഇത്ര ക്ലോസ് ആയിട്ടിരുന്നിട്ട് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നത് ശരിയായില്ലല്ലോ. അങ്ങനെ ദേഷ്യം കൊണ്ട പെർസ്യൂസ് എന്ത് ചെയ്യും? മെഡൂസയുടെ ഹെഡ് യൂസ് ചെയ്ത് അറ്റ്ലസിനെ ഒരു സ്റ്റോൺ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെഡൂസയുടെ ഹെഡ് എന്ന് പറയുമ്പോൾ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്നേക്ക് പോലത്തെ ഒരു സംഭവമാണ്. ഓക്കെ, ഒരു മാജിക്കൽ പവർ. ഇതിൽ നമ്മൾ പഠിച്ച സ്റ്റോറിയിലെല്ലാം മാജിക്കൽ പവർ ആണല്ലോ. സോ അത് സ്നേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെഡാണ്, ഒരു സ്റ്റോൺ പോലുള്ള സംഭവം. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഹെഡ്, മെഡൂസ ഹെഡ്, ആരെയാണോ തലയുയർത്തി നോക്കുന്നത് അവര് കല്ലായിട്ട് മാറും. സോ ഈ പെർസ്യൂസ് വന്നിട്ട് മെഡൂസയുടെ ഹെഡ് അറ്റ്ലസിന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് ഇതിന്റെ തല പൊക്കും. അപ്പോൾ ഇത് നേരെ നോക്കുന്നത് അറ്റ്ലസിനെയാണല്ലോ. അങ്ങനെ അറ്റ്ലസ് സ്റ്റോൺ ആയി മാറും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട്, പ്രശ്നങ്ങൾ മാറിയില്ല, അറ്റ്ലസിനെ സ്റ്റോൺ ആക്കി വെച്ച്. അങ്ങനെ ആക്കിയിട്ട് പെർസ്യൂസ് തിരിച്ച് സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ആൻഡ്രോമേഡ എന്നുള്ള ഒരു പെൺകുട്ടീനെ സീ മോൺസ്റ്റർ ചെയിൻ ചെയ്തിട്ടുള്ളതായിട്ട് കാണും. ചെയിൻ ചെയ്തിട്ട് ഒന്ന് കൈക്കലാക്കി ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ട് കാണും കടലിൽ, ഒരു മോൺസ്റ്റർ. ഇത് കാണുന്ന പെർസ്യൂസ് എന്ത് ചെയ്യും? ആൻഡ്രോമേഡ, അതൊരു പെൺകുട്ടിയാണ് കേട്ടോ, ആൻഡ്രോമേഡ എന്ന പെൺകുട്ടിയുടെ പാരൻസിനോട് കാര്യം ചോദിക്കുമ്പോൾ അവർ റിക്വസ്റ്റ് ചെയ്യും, മകനെ, എൻ്റെ മകളെ എങ്ങനെയാലും ഒന്ന് രക്ഷിക്കണമെന്ന് പറയും. സോ ആൻഡ്രോമേഡയുടെ പാരൻസിന്റെ റിക്വസ്റ്റ് പ്രകാരം പെർസ്യൂസ് എഗെയിൻ മറ്റേ മെഡൂസയുടെ ഹെഡ് ഉണ്ടല്ലോ, ആ ഒരു സ്നേക്ക് പോലുള്ള ആ ഒരു സർപ്പൻ്റ് പോലത്തെ സംഭവം, ആ ഒരു മെഡൂസ ഹെഡ് കൊണ്ടുവന്നിട്ട് ഈ സീ മോൺസ്റ്ററിനെ കല്ലാക്കി മാറ്റിയിട്ട് ആൻഡ്രോമേഡേനെ അവിടെ നിന്ന് രക്ഷിക്കും. ആൻഡ്രോമേഡേനെ രക്ഷിച്ചതിന് ശേഷം ഇവർ തമ്മിൽ പ്രണയത്തിലാവും. അങ്ങനെ പെർസ്യൂസും ആൻഡ്രോമേഡയും പ്രണയത്തിലാവും. ഓക്കെ, ഇതാണ് ബുക്ക് 4 വരുന്ന ലാസ്റ്റ് സ്റ്റോറി. കുഞ്ഞൊരു സ്റ്റോറിയാ അല്ലെ? എന്താണ്? പെർസ്യൂസ് അറ്റ്ലസിന്റെ കൊട്ടാരത്തിൽ റെസ്റ്റ് എടുക്കാനായിട്ട് ചെല്ലും. ബട്ട് അറ്റ്ലസ് കരുതുന്നത് എന്താണ്? പെർസ്യൂസ് ഇവിടെയുള്ള എല്ലാം മോഷ്ടിക്കാനാണ് വന്നതെന്നാണ്. അങ്ങനെ മൈൻഡ് ഒന്നും ചെയ്യില്ല. ഇത് മനസ്സിലാക്കുന്ന പെർസ്യൂസിന് അറ്റ്ലസിനോട് ഭയങ്കര ദേഷ്യം തോന്നുകയും മെഡൂസ ഹെഡ് യൂസ് ചെയ്ത്, അതൊരു മാജിക്കൽ പ്രോഡക്റ്റ് ആണ്, അത് യൂസ് ചെയ്ത് അറ്റ്ലസിനെ കല്ലായിട്ട് മാറ്റുകയാണ്. തിരിച്ചു വരുന്ന വരിയിൽ ആൻഡ്രോമെഡ എന്നുള്ള ഒരു പെൺകുട്ടി സീ മോൺസ്റ്ററിന്റെ കസ്റ്റഡിയിൽ അകപ്പെട്ടിരിക്കുന്നത് കാണുകയും ആൻഡ്രോമെഡയുടെ പാരൻസിന്റെ റിക്വസ്റ്റ് പ്രകാരം ആൻഡ്രോമെഡയുടെ തടവിലാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മോൺസ്റ്ററിനെ കല്ലാക്കി മാറ്റിയിട്ട് ആൻഡ്രോമെഡയെ രക്ഷിക്കും. അതിനുശേഷം അവർ ലവും കല്യാണവും കഴിക്കും. ഓക്കെ, ഇതാണ് സ്റ്റോറി. സോ നമ്മൾ ബുക്ക് 4 പിരമിസ് തിസ്ബിയുടെ മെയിൻ സ്റ്റോറി വരുന്ന ബുക്ക് 4 5 സ്റ്റോറീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പിരമിസ് തിസ്ബിയാണ് മെയിൻ സ്റ്റോറി. പിന്നെ ലിയോക്രിത്യനും സണ്ണിൻ്റെ ഒക്കെ വരുന്ന ആ ഒരു സ്റ്റോറി പഠിച്ചു. പിന്നെ സലാമസിസ് ഹെർമോഫ്രോഡിറ്റസ് ആ ഒരു സ്റ്റോറി പഠിച്ചു. ഈ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ്, മിന്നിയാസിന്റെ മക്കളാണ് ഈ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരുന്നത്. പറഞ്ഞു മൂന്നാമത്തെ സ്റ്റോറി എവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മളുടെ ഗോഡായിട്ടുള്ള ബക്കസ് വന്ന് 3 പെൺകുട്ടികളെയും വവ്വാല് പക്ഷിയാക്കി മാറ്റി. അതിനുശേഷം 4ാമത്തെ സ്റ്റോറി ഇനോയുടെയും അദമസിന്റെയാണ്. ഇനോ നമ്മൾ മുമ്പ് കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചതാണ്. സോ അതാണ്. 5ാമത്തേതാണെങ്കിലോ പെർസസിന്റെയും ആൻഡ്രോമേഡയുടെയും സ്റ്റോറിയാണ്. സോ ഈ 5 സ്റ്റോറിയാണ് ബുക്ക് ഓഫ് 4 വരുന്നത്. സോ ഇനി നമ്മൾ അടുത്ത ബുക്കിലോട്ട് പോവുകയാണ്. അടുത്ത ബുക്ക് നമുക്ക് പഠിക്കാനുള്ളത് ബുക്ക് 6 ആണ്. ബുക്ക് 6ന്റെ പേര് വരുന്നത് ഫിലോമെല എന്നാണ് കേട്ടോ. ഇതിലുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ പഠിച്ചതിൽ
കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ബുക്ക് ആണ് ഫിലോമിന. So book 6 start with the acute rivalry between Arachne and Minerva, the goddess associated with the beautiful weaving. അപ്പോൾ ഈ ബുക്ക് 6 നമുക്ക് 3 കഥകളാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 3 കഥകളാണ് നമുക്ക് ബുക്ക് 6 പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ കഥ എന്താന്ന് വെച്ചാൽ അരക്കിനും ഗോഡ്നസ് ആയിട്ടുള്ള മിനർവയാണ് കേട്ടോ. ഞാൻ മിനർവ എന്നൊക്കെ അതാണ് ഒരു നിമിഷം കൺഫ്യൂഷൻ ആയി പോയത്. മിനർവ എന്നാണ് പേര് കേട്ടോ. മിനർവ നമ്മൾ നേരത്തെ പറഞ്ഞു ആരാണ്, നമ്മളുടെ ഇവിടെ ഈ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന മിന്യാസ് ഉണ്ടല്ലോ. മിന്യാസ് ദൈവമായിട്ടുള്ള ബക്കസിനെയാണ് ആരാധിക്കാത്തത്. ബട്ട് മിന്യാസും ഫാമിലിയും ഗോഡ്നസ് ആയിട്ടുള്ള മിനർവേനെ ആരാധിക്കുമായിരുന്നു എന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. ആ മിനർവയാണ് ഈ മിനർവ. ഇതൊരു ഗോഡ്നസ് ആണ്, അതായത് സൂപ്പർ പവറൊക്കെ ഉള്ള ഗോഡ്നസ്. സോ ഈ ഒരു മിനർവയും അരക്നെയും തമ്മിലുള്ള കഥയാണ് ഫസ്റ്റ് ബുക്ക് 6 നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. സോ ഇതിൽ പറയുന്നത് ഈ അരക്ന എന്നുള്ള ആ ഒരു ലേഡിക്ക് ഇവർക്ക് ഒരു വീവ് ചെയ്യാനുള്ള കഴിവുണ്ട്. മീൻസ് ഈ ബാലെ അങ്ങനെയുള്ളൊക്കെ തുന്നാനായിട്ടുള്ള കഴിവുണ്ട്. സോ ഈ മിനർവ ഗോഡ്നസ് ആണല്ലോ. ബട്ട് അരക്നയ്ക്ക് ആണെങ്കിൽ ഈ ദൈവത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വാസമില്ല. സോ എന്ത് ചെയ്തു, ഗോഡ്നസ് ഡസ് നോട്ട് റെസ്പെക്ട് ഗോഡ്നസ് ആൻഡ് തിങ്സ് ഹെർസെൽഫ് ടു ബി എ ബെറ്റർ വീവർ ദാൻ മിനർവ. സോ എപ്പോഴും അരക്നെ കരുതുന്നത് എനിക്കങ്ങനെ ദൈവത്തിനെ ഒന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല, ഓൾസോ ദൈവമായിട്ടുള്ള മിനർവേനെ കാണും കഴിവ് എനിക്കുണ്ടെന്ന് അരക്കിനെ എപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അരക്നെ എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ ബീങ് ആണ്. പക്ഷേ മിനർവ എന്ന് പറയുമ്പോൾ ഒരു സൂപ്പർ പവറുള്ള ഗോഡ്നസ് ആണ് അല്ലേ, ഗോഡാണ്. സോ അവിടെ 2 പേർക്ക് 2 പവറാണ്. ബട്ട് അരക്കിനെ ഇതൊരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല. പുള്ളിക്കാരി എപ്പോഴും കരുതുന്നത് എന്താണ്, എനിക്കാണ് സൂപ്പർ പവർ, എനിക്ക് ഭയങ്കര കഴിവാണ്, മിനർവയ്ക്ക് എൻ്റെ അത്ര തയ്ക്കാനുള്ള കഴിവൊന്നും ഇല്ലെന്നാണ്. Minerva wants Arachne not to disrespect the gods, but Arachne does not pay attention. അപ്പോൾ മിനർവ എപ്പോഴും വന്ന് അരക്കിനയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ഗോഡിനെ ഒന്നും ഡിസ്റെസ്പെക്ട് ചെയ്യരുത്, അതായത് നീ എപ്പോഴും ബഹുമാനിക്കാതിരിക്കരുത്, അത് നിനക്ക് തന്നെ മോശം വരുമെന്ന് പറയുന്നുണ്ട്. ബട്ട് അരക്കിനെ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല. അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ അടി എപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെ അടി വെച്ച് വന്നപ്പോഴത്തേക്കും അരക്കിനെ പറഞ്ഞു, നീ ഗോഡ്നസ് ആണെങ്കിലും നിന്നെ കാണും വീവ് ചെയ്യാനുള്ള തുന്നാനുള്ള കഴിവ് എനിക്കുണ്ട്. അപ്പോൾ മിനർവ പറഞ്ഞു, ഗോഡ്നസ് സൂപ്പർ പവറുള്ള എനിക്കാണോ അതോ നോർമലി ഉള്ള ഒരു ഹ്യൂമൻ ബീങ് ആയിട്ടുള്ള നിനക്കാണോ കഴിവ് കൂടുതലെന്ന് ചോദിക്കും. അങ്ങനെ ഇവരിത് പറഞ്ഞ് അടിയാവുമ്പോൾ അവർ പറയും, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കോമ്പറ്റീഷൻ വെക്കാൻ, ഹ്യൂമൻ ബീങ് ആയിട്ടുള്ള നീയാണോ ഗോഡ്നസ് ആയിട്ടുള്ള ഞാനാണോ ജയിക്കാന്ന് നോക്കാന്ന് പറയും. അങ്ങനെ ഇവര് ഒരു കോമ്പറ്റീഷൻ വയ്ക്കുന്ന സമയത്ത് മിനർവ വീവ്സ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഗ്ലോറിഫൈങ് ദ ഗോഡ്സ് ആൻഡ് ഹെർസെൽഫ്. ബട്ട് അരക്കിനെ വീവ്സ് എ പിക്ചർ ഓഫ് ഗോഡ്സ് റേപ്പിംഗ് ആൻഡ് ഡിസീവിങ് ഹ്യൂമൻസ്. അപ്പൊ ഗോഡ്നസ് ആയിട്ടുള്ള മിനർവ എന്താണ് ആ ഒരു തുണിയിൽ തുന്നുന്നത്, ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് ഗ്ലോറിഫൈങ് ദ ഗോഡ്സ് ആൻഡ് ഹെർസെൽഫ്. ദൈവത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോഡിനെ നല്ല രീതിയിൽ വരച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് മിനർവ ഗോഡ്നസ് തുന്നുന്നത്. ബട്ട് അരക്കിനെ എപ്പോഴും ഗോഡിനെതിരാണല്ലോ, ദൈവവിശ്വാസിയല്ല. സോ അരക്കിനെ ചെയ്യുന്നതാണെങ്കിൽ ഗോഡ്സ് ഹ്യൂമൻസിനെയൊക്കെ റേപ്പ് ചെയ്യുന്ന ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് വീവ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു നെഗറ്റീവാണ് വീവ് ചെയ്തിട്ടുള്ളതെങ്കിലും അരക്കിനയുടെ ഇത് വീവ് കുറച്ചുകൂടെ ഇതായിരുന്നു, ചിത്രം അതാണെങ്കിലും കുറച്ചുകൂടെ കഴിവ് അരക്കിനയ്ക്ക് ഉണ്ടായിരുന്നു. സോ ഇത് കാണുന്ന ദൈവമായിട്ടുള്ള ഗോഡ്നസ് ആയിട്ടുള്ള മിനർവയ്ക്ക് ഒരിക്കലും സഹിക്കില്ല. അതായത് എന്നെ കാണും കഴിവൊക്കെ ഉണ്ടല്ലോ എന്ന് ഗോഡ്നസിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് കാണുന്ന ഗോഡ്നസ് എന്ത് ചെയ്യും, മിനർവ അരക്കിനേനെ തലങ്ങു എടുത്തിട്ട് ഇടിക്കുകയും തൊഴിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അടി കൊണ്ട് സഹിക്കാൻ വയ്യാതെ ചാവുന്ന ഒരു കണ്ടീഷൻ വന്നപ്പോൾ അരക്കിനെ കയറി തൂങ്ങിച്ചാവും, മരിച്ചു പോയിട്ട് Minerva feels bad for her and transfers her into a spider and thus is born the first spider, the expert weaver. അങ്ങനെ അരക്കിനെ തൂങ്ങി മരിച്ചു എന്ന് പറയും. പക്ഷെ അതിനുശേഷമാണ് ഗോഡ്നസ് ചിന്തിക്കുന്നത്. ഗോഡ്നസ് ആയിട്ടുള്ള മിനർവയ്ക്ക് ഒരു മനസ്സിലൊരു പശ്ചാത്താപം വരും, ഞാൻ കാരണമാണല്ലോ അവള് മരിച്ചത്, ഞാൻ ദൈവമായിട്ടുള്ള ഞാനാണല്ലോ ബാക്കിയുള്ളവരെ സംരക്ഷിക്കേണ്ടത്, പക്ഷെ ഞാൻ കാരണം ഒരാൾ മരിച്ചുപോയി. അത് മനസ്സിലാക്കുന്ന ഗോഡ്നസ് എന്ത് ചെയ്യും, അതിന് പകരമായിട്ട് തന്നെ ഒരു സ്പൈഡറാക്കി മാറ്റുകയാണ്. മിനർവ ഗോഡ്നസ് സ്പൈഡറായി മാറുകയാണ്. അപ്പൊ ലോകത്തിൽ ആദ്യമായിട്ട് സ്പൈഡർ ഏതാന്ന് വെച്ചാൽ അത് മിനർവ
മിനർവ ഗോഡ്നസ് ആണെന്നാണ് ഈ ഒരു മിത്തിൽ പറയുന്നത്, കഥയിൽ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ സ്പൈഡറിനെ തുന്നാനുള്ള കഴിവുണ്ടല്ലോ, ആ കഴിവ് കിട്ടിയത് ഇവർ ഈ തുണിയൊക്കെ തുന്നിയുള്ള മിനർവ ഗോഡ്നസിന്റെ കഴിവിൽ നിന്നാണ് സ്പൈഡറിനെ തുന്നാനുള്ള കഴിവ് കിട്ടിയെന്നാണ് പറയുന്നത്. സോ ഇതാണ് നമ്മളുടെ ബുക്ക് 6 ആദ്യത്തെ കഥ. ഒന്നുകൂടെ പറയാം, അരക്കിനെയും ഗോഡ്നസ് മിനർവയും തമ്മിലുള്ള കഥയാണ്. ഇതിൽ അരക്കിനെയാണെങ്കിൽ ദൈവവിശ്വാസിയല്ല, ബട്ട് ഗോഡ്നസ് മിനർവ എന്ന് പറയുമ്പോൾ ദൈവമാണ്, ഹെർസെൽഫ് ഗോഡാണ് അല്ലേ. സോ ഇതില് നമുക്ക് ഗോഡ്നസ് എപ്പോഴും വന്ന് അരക്കിനെ അടുത്ത് പറയുന്നുണ്ട്, നീ ദൈവത്തിനെ എപ്പോഴും ആരാധിക്കണം, ഇങ്ങനെ നെഗറ്റീവായി നടക്കരുതെന്ന്. അങ്ങനെ ഇവർ പറഞ്ഞ് അടി കൂടുന്ന സമയത്ത് ഇവരൊരു കോമ്പറ്റീഷൻ വെക്കുകയാണ്, ആർക്കാണ് കൂടുതൽ വീവ് ചെയ്യാനുള്ള കഴിവെന്ന്. സോ അതിൽ അരക്കിനെ ദൈവത്തിനെതിരായിട്ടുള്ള ഒരു പടമാണ് വീവ് ചെയ്യുന്നത്. ഗോഡ്നസ് മിനർവയാണെങ്കിൽ ഗോഡിനെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കുന്ന രീതിയാണ് വീവ് ചെയ്യുന്നത്. അപ്പൊ അരക്കിനെ ഗോഡിനെതിരായിട്ട് വീവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗോഡ്നസ് മിനർവയ്ക്ക് ദേഷ്യം വന്ന് അരക്കിനെ അടിച്ചടിച്ച് അരക്കിനെ കൊന്നു കളയാണ് ചെയ്യുന്നത്. അരക്കിനെ ലാസ്റ്റ് കയറി തൂങ്ങിച്ചാവും. ഓക്കെ, ഇത് പിന്നെ ഗോഡ്നസ് മിനർവയ്ക്ക് ഒരു പശ്ചാത്താപം ഉണ്ടാവുകയും ഗോഡ്നസ് മിനർവ ഹെർസെൽഫ് ഒരു സ്പൈഡർ ആയിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അത് ലേറ്റർലി എന്താണ്, സ്പൈഡർ എന്ന് പറയുമ്പോൾ വീവ്. ആ ഒരു കഴിവ് മിനർവ ഗോഡ്നസിൽ നിന്നാണ് വന്നത്. സോ ഇതാണ് ബുക്ക് 6 ആദ്യത്തെ കഥ. സോ ഇനി രണ്ടാമത്തെ കഥയും ഇതുപോലെ ഒരു കഥയാണ്, നയോബിന്റെ കഥയാണ്. നയോബ് എന്ന് പറയുമ്പോൾ Nayob, this shows that the god rules through fear and determination. Nayob is the narrative. Nayob does not feel inferior to the gods. Nayob എന്ന് പറയുമ്പോൾ ഒരു രാജാവിന്റെ ഭാര്യയാണ് കേട്ടോ, ഹെർ ഹസ്ബൻഡ് അൻഫിയോൺ എന്നുള്ള ഒരു വ്യക്തിയുടെ ഭാര്യയാണ് നയോബ്. അപ്പൊ ഇവർക്ക് ബ്ലെസ്ഡ് വിത്ത് ലോട്ട്സ് ഓഫ് ചിൽഡ്രൻ, അവർക്ക് 10-12 കുഞ്ഞുങ്ങളുണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങളുള്ള സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു നയോബിന്റെയും ഹസ്ബൻഡിന്റെയും. മാൻഡോ, ടൈറേഷ്യൻസ് ഡോക്ടർ, ടെൽസ് നയോബ് ദാറ്റ് ഷീ ഷുഡ് വർഷിപ്പ് ഗോഡസ് ലട്ടോണ. അപ്പൊ നമ്മൾ ടൈറേഷ്യസിനെ കുറിച്ച് കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കണ്ണ് കാണാത്ത ഫ്യൂച്ചർ പ്രവചിക്കാൻ പറ്റുന്ന ആള് ടൈറേഷ്യസ്. അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള മാൻഡോ ഒരു നാള് ഈ ഒരു നയോബ് പെണ്ണാണ് കേട്ടോ, മെയിലല്ല. സോ നയോബിനോട് വന്ന് ഒരു ദിവസം പറയും, നീ ഇങ്ങനെ ദൈവത്തിനെതിരായിട്ട് അങ്ങനെ ഒരു അന്ധവിശ്വാസി ആ ഒരു രീതിയിലൊന്ന് വിശ്വാസം ഇല്ലാതെ നടക്കരുത്, എപ്പോഴും നീ ദൈവത്തിനെ വിശ്വസിക്കണം. അപ്പൊ നയോബ് എപ്പോഴും പറയുമായിരുന്നു, ഇല്ല എനിക്ക് ദൈവത്തിനെ വിശ്വസിക്കാൻ താല്പര്യമില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. അപ്പൊ ഇത് കാണുന്ന ദൈവം ഗോഡ്നസ് ആയിട്ടുള്ള ലട്ടോണ ഇവർക്കൊരു ശാപം കൊടുക്കുകയാണ്, കേഴ്സ് കൊടുക്കുകയാണ്. അതിന് ഭാഗമായിട്ട് നയോബിന്റെ കുടുംബത്തിന്റെ സമാധാനം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവുകയും ഇവരുടെ 14 മക്കളും 7 സൺസും 7 ഗേൾസും ഇവരിത്രയും 14 പേര് കിൽഡായി പോവുകയാണ്. ആഫ്റ്റർ ലോസിങ് ആൾ ദ ചിൽഡ്രൻ നയോബ് ഈസ് നൗ ഡെത്ത്ലി അഫ്രൈഡ് ഓഫ് ലട്ടോണ. അപ്പൊ ലട്ടോണ എന്നുള്ള ഒരു ഗോഡിൽ നിന്നാണ് കേഴ്സ് കിട്ടിയത്, ദൈവത്തിനെ പ്രീതിപ്പെടുത്താത്തതുകൊണ്ട്, ദൈവത്തിനെ പ്രാർത്ഥിക്കാത്തതുകൊണ്ട്. സോ അങ്ങനെ കേഴ്സ് കിട്ടി 14 കുട്ടികൾ മരിച്ചുപോയി. അതിനുശേഷം നയോബയ്ക്ക് പിന്നെ ദൈവത്തിന് ഭയങ്കര പേടിയും വിശ്വാസവും ഒക്കെയാണ്. സോ അതൊരു കുഞ്ഞു സ്റ്റോറിയാണ് അല്ലേ. വിശ്വാസം ഇല്ലാത്ത ഒരാളെ വിശ്വാസിയിലേക്ക് ആക്കുന്നു, പക്ഷെ അതിനായിട്ട് 14 കുഞ്ഞുങ്ങളാണ് അവിടെ മരിച്ചുപോയത് അല്ലേ. സോ ഒരു ദൈവത്തിന്റെ സൂപ്പർ പവർ യൂസ് ചെയ്ത് 14 കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയ ഒരു സ്റ്റോറിയാണ്. സോ ഇത്രയാണ് നമ്മളുടെ ബുക്ക് 6 ആദ്യത്തെ 2 കഥകൾ. ഇനിയാണ് ബുക്ക് 6 മെയിൻ ആയിട്ടുള്ള കഥ, ഫിലോമില. ഓക്കെ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിച്ച ഈ ഒരു കഥകളിലെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫിലോമിലയുടെ കഥ. ഓക്കെ, അപ്പൊ നമുക്കത് പഠിക്കാം. സോ ഈ ബുക്ക് 6 ഫിലോമില ആ ഒരു പേരിൽ തന്നെയുണ്ട്, ഫിലോമിലയുടെ കഥയാണ്. ഫിലോമില എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയുടെ കഥയാണ്. ഇപ്പൊ ഫിലോമിലയാണ് മെയിൻ ക്യാരക്ടർ വരുന്നത് കേട്ടോ. ഫിലോമിലയുടെ അനിയത്തിയാണ് പ്രൊക്കിനി, സിസ്റ്ററാണ്. സോ പ്രൊക്കിനിയുടെ ഹസ്ബൻഡാണ് ടെറസ്. സോ ഈ ടെറസ് അവിടുത്തെ രാജ്യത്തിലെ ഒരു കിങ് ആണ്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കിങ് ആണ്. സോ ഈ ഒരു ടെറസ് കല്യാണം കഴിച്ചിട്ടുള്ളത് പ്രൊക്നീനെയാണ്. സോ ഇവര് ഇത് എന്താണ്, പാണ്ഡ്യോൺ ഓഫ് ആഥൻസ് എന്ന സ്ഥലത്തെ പാണ്ഡ്യോൺ എന്ന കിങ്ങിന്റെ 2 പെൺമക്കളാണ് പ്രൊക്കിനിയും അതുപോലെ തന്നെ ഫിലോമിലയും. സോ
പ്രൊക്നീനെയാണ് ടെറസ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ കല്യാണം കഴിഞ്ഞ് പ്രൊക്നി ടെറസിന്റെ രാജ്യത്തിലോട്ട് പോവുകയാണ്, രാജാവിന്റെ സ്ഥലത്തോട്ട് പോയി. അങ്ങനെ കുറേ നാളുകളായിട്ട് ഈ സഹോദരീനെ ഒന്നും കാണുന്നില്ല. കല്യാണം കഴിഞ്ഞ് ഇവർ തിരിച്ച് തന്റെ വീട്ടിലോട്ടൊന്നും പ്രൊക്നി പോയിട്ടില്ല. അപ്പൊ പ്രൊക്നി എന്ത് ചെയ്യും, ടെറസിനോട് ഒരു ദിവസം പറയാണ്, കല്യാണം കഴിഞ്ഞ് 5 വർഷങ്ങൾ കഴിയുമ്പോൾ പറയാണ്, എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ സഹോദരീനെ ഫിലോമിലേനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് അവളെ ഒന്ന് കാണണമെന്നുണ്ട്. ഒന്നെങ്കിൽ എന്നെ എൻ്റെ വീട്ടിലോട്ട് പോകാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ ഫിലോമിലേനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരണം. അവളെ എനിക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി എന്ന് പറയും. സോ ടെറസിനാണെങ്കിൽ ഭാര്യയുടെ അടുത്ത് നല്ല സ്നേഹമാണ്, എന്ത് പറഞ്ഞാലും കേൾക്കും. സോ ടെറസ് പറയും ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞ് ഇവര് ടെറസ് മാത്രം ഇങ്ങോട്ട് പോകുന്നു, നമ്മളുടെ ആഥൻസിലേക്ക് പോവുകയാണ്. പാൻഡ്യൻ കിങ്ങിന്റെ സ്ഥലമായ ആഥൻസിലേക്ക് അവർ പോവുകയാണ്. അങ്ങനെ ടെറസ് ആണെങ്കിൽ ഈ പ്രൊക്നയുടെ ആഗ്രഹപ്രകാരം ഫിലോമിലേനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ആഥൻസിലോട്ട് പോവുകയാണ്. അങ്ങനെ ആഥൻസിൽ ചെന്നിട്ട് ഈ ഫാദർ ഇൻ ലോ എടുത്ത് ഭാര്യയുടെ അച്ഛനായ പാണ്ഡ്യൻ്റെ അടുത്ത് കാര്യം പറയാണ്, ഇതുപോലെ സഹോദരിക്ക് കാണണമെന്ന് താല്പര്യമുണ്ട്, എൻ്റെ വൈഫിന് പ്രൊക്നിക്ക് ഫിലോമിലേനെ കാണണമെന്ന് താല്പര്യമുണ്ടെന്ന് പറയും. സോ ഫിലോമില അച്ഛനോട് പറയും, അച്ഛാ എനിക്കും എൻ്റെ സിസ്റ്ററിനെ ഒന്ന് കാണണമെന്നുണ്ട്, കുറേ നാളായില്ലേ അവളെ കണ്ടിട്ടെന്ന് പറയും. സോ ആ ടൈമിൽ പിന്നെ പാണ്ഡ്യൻ പറയും ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ പോയി കണ്ടിട്ട് വാ, പക്ഷെ നീ പെട്ടെന്ന് വരണം കേട്ടോ, എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല, എൻ്റെ മകളെ കാണാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. എന്നിട്ട് ഇവര് യാത്ര പറഞ്ഞിറങ്ങും. ആരൊക്കെയാണ്? ടെറേസും അതുപോലെ ഫിലോമിലയും. ഇറങ്ങാൻ സമയത്ത് ഈ ടെറേസിന്റെ അടുത്ത് ഫിലോമിലയുടെ അച്ഛനായ പാണ്ഡ്യൻ പറയുന്നുണ്ട്, പാണ്ഡ്യൻ ഓഫ് അഥൻസ് പറയുന്നുണ്ട്, നീ എന്നെ ഞാൻ എൻ്റെ മകളെ നോക്കുന്നത് പോലെ തന്നെ, ഒരു സ്വന്തം പിതാവിനെ പോലെ തന്നെ നീ എൻ്റെ മകളെ കൊണ്ടുപോകണം. അത്രയ്ക്ക് സൂക്ഷ്മതയോടെ ആ ഒരു ഇതാണ് പറയുന്നത്. എനിക്ക് നിന്നെ വിശ്വാസമാണ്, അവളെ നീ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന എനിക്ക് 100% വിശ്വാസമാണ്. സോ അവളെ കൊണ്ടുപോയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചുകൊണ്ടാക്കണം, കാരണം എൻ്റെ സമാധാനവും സന്തോഷവും എല്ലാം എൻ്റെ മകളായ ഫിലോമിലയാണ്. സോ അവളെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് തിരിച്ചു ആക്കണമെന്ന് പറയും. സോ ടെറേസ് ആ സമയത്ത് പറയും ഓക്കെ അച്ഛാ, എൻ്റെ വൈഫിനെ കൊണ്ട് കാണിച്ചിട്ട് ഞാൻ അവളെ ഉടൻ തന്നെ തിരിച്ചാക്കാന്ന് പറഞ്ഞ് ടെറേസും ഓൾസോ ഫിലോമില അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങും. അങ്ങനെ അവർ യാത്രയിൽ ഓൺ ദ വേ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഫിലോമില ആണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡി എന്നാണ് പറയുന്നത്. സോ ഫിലോമിനെ കാണുമ്പോൾ തോറും ടെറേസിന് ഭയങ്കരമായിട്ടൊരു മനസ്സിൽ എന്തൊക്കെയൊക്കെ തോന്നും. മീൻസ് അവളുടെ സൗന്ദര്യം കണ്ടിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ടെറേസിന്. ലാസ്റ്റ് ഇവർ ആ ഒരു സ്ഥലത്ത് തിരിച്ച് ഇവരെ രാജ്യത്തിലെത്തുന്ന ആ ഒരു സ്ഥലത്തെത്തിയിട്ട് രാജകൊട്ടാരത്തിലോട്ട് പോകണമല്ലോ. ടെറേസിന്റെ രാജകൊട്ടാരത്തിൽ, അതായത് ഭാര്യയുടെ അടുത്തോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഇവർ വേറൊരു കേവിലോട്ടാണ് ഇവളെ കൊണ്ടുപോകുന്നത്. ടെറേസ് കേവിൽ കൊണ്ടുപോയിട്ട് പലതവണയായിട്ട് ബ്രൂട്ടലി ഫിലോമിലേനെ റേപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരുപാട് തവണ റേപ്പ് ചെയ്യും, ഭയങ്കര ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫിലോമില ഒരുപാട് കാര്യങ്ങൾ ടെറേസിനോട് പറയുന്നുണ്ട്. നിന്നെ എൻ്റെ അച്ഛനും സഹോദരി ഒരുപാട് വിശ്വസിച്ചിരുന്നു, നീ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് കണ്ടു, എൻ്റെ അച്ഛനെ പോലെ നീ എന്നെ നോക്കണമെന്നാണ് പറഞ്ഞിരുന്നത്, എന്നിട്ടാണ് നീ ഒരു വഞ്ചന എന്നോട് ചെയ്തത്. നിന്റെ സ്വന്തം ഭാര്യയുടെ സഹോദരിയാണ് ഞാൻ, എന്നിട്ട് ആ ഒരു സഹോദരി എന്നുള്ള ഇതുപോലും മനസ്സിൽ കാണാതെയാണ് നീ എന്നെ എത്രയും തവണ റേപ്പ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇമോഷണൽ ആവുന്നുണ്ട് ഫിലോമില. അപ്പോൾ ടെറേസിന് പിന്നെയാണ് ഓർക്കുന്നത്, ഓ മൈ ഗോഡ്, ഫിലോമില ഇക്കാര്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞാൽ താനൊരു രാജാവാണ്, അപ്പൊ എനിക്ക് രാജഭരണം എല്ലാം നഷ്ടപ്പെടും, ഓൾസോ എൻ്റെ ഭാര്യ എന്തെന്നെ കുറിച്ച് കരുതും. അപ്പൊ ഈ ഫിലോമില ഇക്കാര്യങ്ങളൊന്നും പുറത്തു പറയാതിരിക്കാൻ എന്താ ചെയ്യുക, ഫിലോമിലയുടെ നാക്ക് ടെറേസ് അങ്ങ് കട്ട് ചെയ്ത് കളയും, വാള് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കളയും. എന്തിനാണ്? കാര്യങ്ങളൊന്നും പുറത്തു പറയാതിരിക്കാൻ. അത് കഴിഞ്ഞ് ഇവളുടെ ദേഹത്തുള്ള മുറിവുകളൊക്കെ കഴിഞ്ഞിട്ട് പതിയെ ഫിലോമിലേനെ രാജകൊട്ടാരത്തിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഭാര്യയായിട്ടുള്ള പ്രൊക്കിനെ ചോദിക്കും, അയ്യോ എന്ത് പറ്റി, എന്താണ് കാര്യമൊന്നും അറിയത്തില്ലല്ലോ. സോ ആ ടൈമിൽ ടെറേസ് ഒരുപാട് കള്ളങ്ങൾ പറയും, അത് വന്ന വഴിക്ക് ഒരു അറ്റാക്ക് ഉണ്ടായതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കള്ളങ്ങൾ കരഞ്ഞു പറഞ്ഞ് ടെറേസ് ഭാര്യയായിട്ടുള്ള പ്രൊക്കിനെ അങ്ങ് വിശ്വസിപ്പിക്കും. സോ പ്രൊക്നിക്കാണെങ്കിൽ ടെറേസിനെ ഭയങ്കര വിശ്വാസമാണ്, ഭർത്താവിനെ ഭയങ്കര വിശ്വാസമാണ്. സോ പ്രൊക്നി പറയും ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവൾ അവിടെ ടേക്ക് കെയർ ചെയ്യട്ടെ, സാരമില്ല എന്ന് പറഞ്ഞ് റെസ്റ്റ് എടുക്കാൻ
പറയും. അപ്പൊ ഈ ഫിലോമിലയ്ക്കുള്ള ഒരു ഹോബിയാണ് എപ്പോഴും വീവ് ചെയ്തുകൊണ്ടിരിക്കും, തുന്നിക്കൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ. ഒരു എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന ആളാണ് ഫിലോമില. അങ്ങനെ ഈ റേപ്പൊക്കെ നടന്ന് ഒരു വർഷങ്ങൾ കഴിയും. ഒരു വർഷം കഴിയുന്ന സമയത്ത് ഫിലോമില എന്ത് ചെയ്യും? ഫിലോമിലയ്ക്ക് ഇക്കാര്യം അനിയത്തിയോട്, സിസ്റ്ററിനോട് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കൂടെയുള്ള ഭർത്താവ് ഇത്രയും ക്രൂരനാണെന്നുള്ള കാര്യം പറയാതിരിക്കാൻ പറ്റുന്നില്ല. സോ ഫിലോമില എന്ത് ചെയ്യും? ഒരു തുണി എടുത്തിട്ട് അതിൽ വീവ് ചെയ്യും. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തുന്നിയിട്ട് കാര്യം പറയും. ഇതുപോലെ വന്നവരിക്കെന്നെ റേപ്പ് ചെയ്തതാണ്, എന്നിട്ട് അവൻ തന്നെയാണ് എൻ്റെ നാക്ക് കട്ട് ചെയ്തത്, നിന്റെ ഭർത്താവ് ഒരു വഞ്ചകനാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയല്ല വീവ് ചെയ്തിട്ട് ഇത് കൊടുത്തയക്കും. ആക്ച്വലി ഇത് ഫിലോമിലയ്ക്ക് എഴുതി കൊടുത്താൽ മതിയായിരുന്നു, ബട്ട് എഴുതിയൊക്കെ കൊടുക്കുമ്പോൾ വേറെ ആരെങ്കിലും കാണില്ലേ. സോ ഒരു ക്ലോത്തിൻ്റെ ഇടയിൽ ഡിസൈൻ പോലെ ആക്കിയാണ് ഈ ഒരു തുന്നിയ സംഭവം സർവൻറ്റിൻ്റെ കൈ വഴി ഈ പ്രൊക്നയുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുന്നത്. പ്രൊക്കിനെ ഈ ഒരു ഇത് വായിക്കുമ്പോൾ ഷോക്കായി പോകും. കാരണം പ്രൊക്നയ്ക്ക് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. തൻ്റെ കൂടെ ഇത്രയും നാളുണ്ടായിരുന്ന സ്നേഹനിധിയായിട്ടുള്ള ഭർത്താവ് ഇത്രയും വലിയ ക്രൂരനായിരുന്നു എന്ന് പ്രൊക്നയ്ക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. ലാസ്റ്റ് പ്രൊക്നയ്ക്ക് ഇതെല്ലാം വായിച്ചു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. സ്വന്തം സിസ്റ്ററിനെയും അച്ഛനെയും എല്ലാം ഭർത്താവ് ചതിച്ചിരിക്കുന്നു, എന്നെയും ചതിച്ചിരിക്കുന്നു, എൻ്റെ ജീവിതം ഇല്ലാതാക്കിയിരിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് ഫെസ്റ്റിവൽ ടൈമിൽ അങ്ങനെ ഇവർക്ക് കാണാൻ ഉള്ള ഇതൊന്നും ഈ രാജാവ് ആയിട്ടുള്ള ടെറസ് ഒരുക്കിയിട്ടില്ലായിരുന്നു. സിസ്റ്ററും അനിയത്തിയും ചേച്ചിയും നമ്മൾ കാണാനുള്ള എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. സോ ഒരു ഫെസ്റ്റിവൽ ടൈമിൽ സീക്രട്ടായിട്ട് പ്രൊക്കിനെ ഫിലോമിലയുടെ അടുത്ത് എത്തുകയും ഇവരെ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് അവിടെ നിന്ന് ഫിലോമിലേനെ വേറൊരു സ്ഥലത്താണ് ഇരുത്തിയിട്ടുള്ളത്. ഫിലോമിലേനെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ വരും. രാജകൊട്ടാരത്തിൽ വന്നിട്ട് പ്രൊക്നി മനസ്സിൽ കരുതും, എങ്ങനെയെങ്കിലും ഭർത്താവെന്ന് പറയുന്നില്ല, അവനിട്ട് ഒരു പണി കൊടുക്കണം, ഒരു വെഞ്ചൻസോടെ പെരുമാറും. അപ്പൊ ഇവർക്കൊരു കുഞ്ഞുണ്ട് കേട്ടോ, പ്രൊക്നയ്ക്കും ടെറസിനുമായിട്ട് ഒരു ആൺകുട്ടിയുണ്ട്. സോ അവൻ ഒരിക്കലും കരുതാത്ത രീതിയിലായിരിക്കണം അവന് തിരിച്ച് പണി കൊടുക്കാനെന്ന് പ്രൊക്നെ തീരുമാനിക്കുക. അതിനായിട്ട് എന്ത് ചെയ്യും? പ്രൊക്നി സ്വന്തം മകനെ തന്നെ കൊല്ലും. സ്വന്തം മകൻ എന്ന് പറയുമ്പോൾ ടെറസിന്റെയും പ്രൊക്നയുടെയും സ്വന്തം ആ ഒരു മകനെ കൊന്നിട്ട് പീസസ് ആക്കിയിട്ട് അതിനെ കുക്ക് ചെയ്ത് പാകം ചെയ്ത് ടെറസിന് കഴിക്കാൻ കൊടുക്കും. ആഹാരം കഴിക്കാൻ വരുമല്ലോ, കിങ് കഴിക്കാൻ വരുമ്പോൾ മകനെ തന്നെ വെട്ടി നുറുക്കി കൊന്ന് കുക്ക് ചെയ്തിട്ട് ഈ ടെറസിന് കൊടുക്കും. ടെറസ് ഫുഡ് കഴിക്കുകയും ചെയ്യും. ഓക്കെ, കഴിച്ചു കഴിഞ്ഞിട്ട് ചോദിക്കും എങ്ങനെയുണ്ട് ഫുഡ്, നല്ലതാണോ? അപ്പൊ ടെറസ് പറയാം ഓക്കെ കുഴപ്പമില്ല. അപ്പോഴാണ് ഈ പ്രൊക്നെ പറയുന്നത് അത് നിന്റെ മകൻ തന്നെയായിരുന്നു, നിന്റെ മകനെയാണ് ഞാൻ കൊന്ന് വെട്ടി നുറക്കി കുക്ക് ചെയ്ത് തന്നേന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ടെറസ് അങ്ങ് ഷോക്കായി പോവും. തൻ്റെ ബെല്ലിയിലുള്ളതെല്ലാം ഫില്ലായി നിൽക്കുന്നത് തൻ്റെ മകനാണല്ലോ എന്ന് ഓർത്ത് അയാൾ ഷോക്കായി എണീക്കും. ആ സമയത്ത് അയാള് ചുറ്റും കിടന്ന് അലറി വിളിക്കും, തൻ്റെ മകന്റെ പേരെ വിളിച്ച്, മകനെ നീ എവിടെ? അയാൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ചുമ്മാ പറയുന്നതെന്നാണ് കരുതുന്നത്. അങ്ങനെ ഷോക്കായി വിളിക്കുന്ന സമയത്ത് ഫിലോമില ഈ മകന്റെ തലയുമായിട്ട് വരും. ഈ വെട്ടിക്കൊന്ന സമയത്ത് തല എടുത്തു വെച്ചിരുന്നു, ഈ തലയായിട്ട്, ജീവനില്ലാത്ത ആ തലയുമായിട്ട് വരും. അത് കാണുമ്പോൾ ഫിലോമിലേനെയും കൂടെ കാണുന്ന സമയത്ത് തെറ്റസിന് മനസ്സിലാവും ഫിലോമില എല്ലാ കാര്യങ്ങളും വൈഫിനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി തനിക്ക് രക്ഷയില്ല എന്ന്. ആ ടൈമിൽ ഈ ഫിലോമിലയും നമ്മളുടെ പ്രൊക്നയും തെറ്റസിനെ ഒരുപാട് വഴക്ക് പറയും, ഒരുപാട് ഇമോഷണലാവും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവനെ കൊല്ലാനായിട്ട് ഈ ഫിലോമിലയും പ്രൊക്നയും കൂടെ പക്ഷികളായിട്ട് മാറും, 2 പക്ഷികളായിട്ട് മാറും. അതിൽ പ്രൊക്കിനെ സ്വോളോ പക്ഷിയായിട്ടും ഫിലോമില നൈറ്റിൻഗേൾ ആയിട്ടുമാണ് മാറുന്നത്. എന്നിട്ട് ഇവന്റെ പിറകെ ഇവനെ കൊല്ലാനായിട്ട് പോകും. ആ സമയത്ത് ടെറസസ് എന്ത് ചെയ്യും? ടെറസസിന്റെ മാന്ത്രിക കഴിവ് യൂസ് ചെയ്ത് ടെറസസും ഒരുപാട് ചിറകുള്ള ഒരു പക്ഷിയായി മാറും. അങ്ങനെ ഇവർ പക്ഷി ആയിട്ട് വന്ന് പറന്ന് കൊത്തി ലാസ്റ്റ് ഇവർ രണ്ടുപേരും കൂടെ ടെറസിനെ കൊന്നുകളയും. ഓക്കെ, അതോടുകൂടിയാണ് ആ കഥ അവസാനിക്കുന്നത്. സോ കുറച്ച് ഒരു വെഞ്ചൻസ് സ്റ്റോറിയാണ് അല്ലേ. ഇതാണ് ബുക്ക് ഓഫ് ആറിന്റെ മെയിൻ സ്റ്റോറി. ഇതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് കഥ ഇതാണ്. സോ ഒന്നുകൂടെ ഞാൻ പറയാം, ഫിലോമിലയും
പ്രൊക്കിനെയും സഹോദരിമാരാണ്. ഇവരാരുടെ മക്കളാണ്? ഏതൻസിലെ പാണ്ഡ്യൻ കിങ്ങിന്റെ മക്കളാണ്. പ്രൊക്കിനെ വിവാഹം കഴിച്ചിരിക്കുന്നത് ടെറസാണ്. 5 വർഷങ്ങൾക്ക് ശേഷം പ്രൊക്കിനയ്ക്ക് സഹോദരീനെ കാണണമെന്ന് ആഗ്രഹം തോന്നുന്നു. സഹോദരീനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഭർത്താവിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അതിനനുസരിച്ച് ടെറസ് ഏതൻസിൽ പോയി ഫാദർ ഇൻ ലോയുടെ സമ്മതത്തോടുകൂടി ഫിലോമിലേനെ കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഫിലോമില വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡിയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന വഴിക്ക് അവളെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കൺട്രോൾ പോവുകയാണ് തെറ്റിസിന്. സോ അവളെ റേപ്പ് ചെയ്യുകയാണ്, പലതവണ റേപ്പ് ചെയ്യുന്നു. അതിനുശേഷം റേപ്പിന്റെ കാര്യം പുറത്തു പറയാതിരിക്കാൻ ഫിലോമിലയുടെ നാക്ക് മുറിച്ച് കളയാണ് ചെയ്യുന്നത്. 1 വർഷത്തിന് ശേഷം ഫിലോമില ഒരു തുണിയിൽ ഈ നടന്ന സംഭവങ്ങളെല്ലാം തുന്നി സ്റ്റിച്ച് ചെയ്ത് സഹോദരിയായിട്ടുള്ള പ്രൊക്കിനയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും സത്യങ്ങൾ അറിഞ്ഞ പ്രൊക്കിനെ റിവെഞ്ച് ആയിട്ട് സ്വന്തം മകനെ തന്നെ, മദർഹുഡ് മറന്ന് സ്വന്തം മകനെ തന്നെ വെട്ടി നുറുക്കി ഭർത്താവിന് കുക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്നറിയുന്ന തെറ്റിസ് എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അന്തം വിട്ടിരിക്കുന്ന സമയത്ത് പ്രൊക്കിനെയും ഫിലോമിലയും പക്ഷികളായിട്ട് മാറി തെറ്റിസിനെ കൊല്ലാൻ വരുന്നു. ആ സമയത്ത് തെറ്റിസ് ഒരു ബേർഡായി മാറുന്നു. ഫൈനലി ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്ത് തെറ്റിസിനെ കൊന്നുകളയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ഇതിന്റെ സമ്മറി അനാലിസിസ് ഒക്കെ വരുന്നത്. സോ ഇതോടുകൂടി നമ്മളുടെ BGC 102 എന്നുള്ള ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. സോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഈ പഠിച്ച എല്ലാ യൂണിറ്റിൽ നിന്ന് നമുക്ക് പറയാനുള്ള മെയിൻ തീം എന്താണ്? ഇതിലെല്ലാം പറയുന്നത് നമ്മളിപ്പോൾ ഒരു 8-10 സ്റ്റോറീസിന് മുകളിൽ മെറ്റാമോർഫോസിസ് എന്നുള്ള ഈ ഒരു ഓവഡിൻ്റെ എപ്പിക്കിൽ പഠിച്ചു. ഇതിലെല്ലാം പറയുന്ന ഒറ്റ തീം എന്താണ്? ദൈവത്തിൻ്റെ പവർ യൂസ് ചെയ്ത് പവർ മിസ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ സൂപ്പർ പവർ ഉള്ള എല്ലാ ആൾക്കാരും എങ്ങനെയാണ് തൻ്റെ പവേഴ്സ് മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഓൾസോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു എപ്പിക്കല് കംപ്ലീറ്റ് ആയിട്ട് ഗോഡിനെ ഒരു നോർമലൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട് അല്ലേ. അതായത് നമ്മളൊക്കെ ഹ്യൂമൻസ് ഗോഡ് എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ്. നമുക്ക് ഗോഡ് എന്ന് പറയുമ്പോൾ ഒരു അതിശയമാണ് അല്ലേ, ഭക്തിയാണ്. സോ ബട്ട് ഇതിലാണെങ്കിൽ എന്തിനുണ്ടെങ്കിലും നേരെ പോയി ഗോഡിനോട് ചോദിക്കുന്നു, ഗോഡ് അത് നടത്തി കൊടുക്കുന്നു. അങ്ങനെ നോർമലൈസ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ചില സ്റ്റോറീസിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇൻകംപ്ലീറ്റ് ലവ് സ്റ്റോറീസ് കുറച്ചധികം നമ്മൾ പഠിച്ചു, കംപ്ലീറ്റ് ആവാത്ത സ്റ്റോറീസ്. പിന്നെ ഒരു ട്രാജിക് ആയിട്ടുള്ള കഥകൾ കുറച്ചധികം ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് മെറ്റാമോർഫോസിന്റെ ബുക്ക് 3, ബുക്ക് 4, ബുക്ക് 6 എന്നീ ബുക്കുകളിൽ നമുക്ക് പഠിക്കാനുള്ള കഥകൾ. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മളിപ്പോൾ പഠിച്ച ഫിലോമിലയാണ്. ബാക്കി കഥകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ജസ്റ്റ് ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ നോട്ട് ചെയ്ത് പോയാൽ എളുപ്പമാണ്, അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഗുഡ് ബൈ.